നമുക്ക് 34 സങ്കീർത്തനം അതിൻ്റെ 7 വാക്യം ഞാനിവിടെ വായിക്കാം. 7 വാക്യം. യഹോവയുടെ ദൂതൻ അവന്റെ ഭക്തന്മാരുടെ ചുറ്റും പാളയമിറങ്ങി അവരെ വിടുവിക്കും. അപ്പൊ അടുത്ത ആളിന്റെ മുഖത്ത് നോക്കി ഒരു ദൂത് പോലെ ഇതങ്ങ് പറഞ്ഞുതരും. നിങ്ങളെ ഞാൻ പറഞ്ഞു തരാം. അപ്പം ബൈബിൾ നോക്കണ്ട, കാത് മാത്രം ഇങ്ങോട്ട് വന്നാൽ മതിയെ. അവ ശക്തമായിട്ട് യഹോവയുടെ ദൂതൻ അവന്റെ ഭക്തന്മാരുടെ ചുറ്റും പാളയമിറങ്ങി അവരെ വിടുവിക്കുന്നു. നിങ്ങളെയും വിടുവിക്കും. വിശ്വാസമുണ്ടോ? വിശ്വാസമുണ്ട്. ഞാൻ ഇവിടെ ഇങ്ങോട്ട് വരുവാൻ ഒരുങ്ങുമ്പോൾ നിങ്ങളോട് സംസാരിക്കേണ്ട ഒരു വചനത്തെക്കുറിച്ച് ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോഴെൻ്റെ ഹൃദയത്തിൽ പ്രകാശിപ്പിക്കപ്പെട്ട ഒരു വചനമാണിത്. ദൈവമാണ് മനുഷ്യരെയും ദൂതന്മാരെയും എല്ലാം സൃഷ്ടിച്ചത്. സകല ഗോളങ്ങളെയും സകല ജീവജാലങ്ങളെയും ദൈവം സൃഷ്ടിച്ചത് ദൈവമാണ്. എല്ലാ സൃഷ്ടികളുടെയും പിന്നിൽ ദൈവത്തിന് ഒരു പർപ്പസ് ഉണ്ട്. There is a definite plan and purpose behind every creation. അതിൽ നമുക്കിഷ്ടമില്ലാത്തവരും ദൈവത്തിൻ്റെ പ്ലാനിൽപ്പെട്ടവരാണ്. ഹാമാനും മോർത്തേക്കായും എല്ലാം ദൈവത്തിൻ്റെ പ്ലാനിൽപ്പെട്ടവരാണ്. അവരുടെ ഡിപ്പാർട്ട്മെന്റ് വേറെയാണെന്ന് മാത്രം. പക്ഷേ ഹാമാൻ ഇല്ലെങ്കിൽ മോർത്തേക്കായ്ക്ക് യാതൊരു പ്രയോജനമില്ല. യേശുവിൻ്റെ ക്രൂശ് മരണത്തിൽ യൂദ ഇല്ലായിരുന്നെങ്കിൽ, പീലാത്തോസ് ഇല്ലായിരുന്നെങ്കിൽ, കയ്യാഫാവ് ഇല്ലായിരുന്നെങ്കിൽ, ഹന്നാസ് ഇല്ലായിരുന്നെങ്കിൽ, ആ 2 കള്ളന്മാരില്ലായിരുന്നെങ്കിൽ, ആ കുന്തം കൊണ്ട് കുത്തുന്നവനില്ലായിരുന്നെങ്കിൽ അർത്ഥമില്ലാതായി പോയനോ. അത് ഇങ്ങനെ കാണാനൊന്ന് കഴിയുമോ? എല്ലാം ദൈവത്തിന് ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ദൈവം സൃഷ്ടിച്ചത്. രാജവെമ്പാലയെ പോലും, അണലിപ്പാമ്പിനെ പോലും, അണലി ഉണ്ടല്ലേ നമുക്ക് ചവിട്ടാൻ ഒക്കൂ? പാമ്പുകളെയും തേളും പാമ്പും ഇല്ലെങ്കിൽ ഒക്കുവോ? ഞങ്ങള് പൊടിയാടി എന്ന് പറയുന്ന സ്ഥലത്ത് താമസിക്കുമ്പോഴേ ഒരു കരിമ്പും കാടായിരുന്നു അവിടെ. അപ്പോൾ അവിടെ ഒരു സർപ്പക്കാവൊക്കെ ഉണ്ടായിരുന്നു. അപ്പം മഴ പെയ്യുമ്പോഴേ അവിടെ ഈ കാവിനകത്ത്, ഈ കരിമ്പുംകാട്ടിനകത്ത് ഈ സർപ്പത്തിന് ഇരിക്കാൻ കഴിയാതെ ഇരിക്കുമ്പോഴേ ഞങ്ങളുടെ പാഴ്സനേജിലായിരുന്നു താമസിക്കാനായിട്ട് വരുന്നത്. അപ്പം ആ പാഴ്സനേജിൽ താമസിക്കാൻ വരിക എന്ന് പറഞ്ഞാൽ ഈ പാഴ്സനേജ് അന്ന് ഈ തേച്ചിട്ടൊന്നുമില്ലായിരുന്നു, ഇഷ്ടികയാണ്. അപ്പോൾ ഇഷ്ടംപോലെ സ്ഥലം ഈ പാമ്പിനൊക്കെ കയറിയിരിക്കാനുണ്ട്. ഈ തണുപ്പത്ത് പാവങ്ങൾ അവിടെ വന്നിരിക്കുമായിരുന്നു കേട്ടോ. ഞങ്ങൾക്കും അത് വലിയ സന്തോഷമായിരുന്നു. കാരണം അവരുടെയും തണുപ്പ് മാറും, നമുക്ക് പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഒരു പ്രാവശ്യം ഞാൻ ഈ ബാത്റൂമിലോട്ട് ചെന്നപ്പോഴേ, ബാത്റൂം എന്ന് പറയുന്നത് ഒരു വലിയ വിശാലമായ നിങ്ങളുടെ ഹൈടെക് ബാത്റൂം പോലൊന്നുമല്ല, ഒരു 4 അടി വീതി ഒക്കെ ഉള്ള ഒരു ബാത്റൂമേ. അപ്പോൾ അവിടെ ചെന്നപ്പോഴത്തേ ഇങ്ങനെ ചീറ്റുന്നത് കേൾക്കാം. അപ്പോൾ സർപ്പമാ പാസ്റ്റേ, ഞാനങ്ങ് തല്ലിക്കൊന്നു. ഇന്നാണ് അങ്ങനെ ചെയ്യുകയായിരുന്നു കേട്ടോ, കാരണം പ്രാണരക്ഷാർത്ഥത്തിൽ. അവൻ പാമ്പുണ്ടല്ലേ തല്ലാൻ നോക്കില്ലേ. പിന്നെ ഒരു പ്രാവശ്യം ഞങ്ങളുടെ കട്ടിലിൻ്റെ അടിയിൽ നിന്നാണ് ഞങ്ങൾ 2 കരിന്തേളിനെ പിടിച്ചത്. കട്ടിലിൻ്റെ അടിയിൽ അവർക്ക് ഉറങ്ങണമല്ലോ അല്ലേ. എല്ലാവരും കട്ടിലേതൊന്നും കയറിയില്ല. അവർ പറഞ്ഞു നിങ്ങൾ കട്ടിലേ കിടന്നു, ഞങ്ങൾ ഇവിടെ കിടന്നോട്ടെ. അപ്പോൾ എല്ലാറ്റിനും ദൈവത്തിന് ഒരു പദ്ധതിയുണ്ട്. ആ പദ്ധതി നമുക്ക് മനസ്സിലാക്കാൻ ചിലപ്പോൾ കഴിഞ്ഞെന്ന് വരികയില്ല. ദൈവമാണ് സൃഷ്ടിച്ചതെങ്കിൽ അതെല്ലാം ഒരു നന്മയ്ക്ക് വേണ്ടിയാണ്. മനുഷ്യരെ ദൈവം സൃഷ്ടിച്ചു. അവർ പല ഡിപ്പാർട്ട്മെൻറ്റുകളിൽ പ്രവർത്തിക്കുന്നു. സയൻറ്റിഫിക് ഫീൽഡിൽ, എഡ്യൂക്കേഷൻ മേഖലകളിൽ, എഞ്ചിനീയറിംഗ് മേഖലകളിൽ, പാചക മേഖലകളിൽ, റിക് വാറൻ്റ് എഴുതിയിരിക്കുന്നത് പോലെ, പർപ്പസ് ഓഫ് ഡ്രിവൺ ലൈഫിൽ എഴുതിയിരിക്കുന്ന പോലെ എല്ലാ വ്യക്തികളിലും
ദൈവത്തിന് ഉദ്ദേശമുണ്ട്. അതെല്ലാം കാണാൻ നമുക്ക് കഴിയുന്നെങ്കിൽ അതൊരു വലിയ മനസ്സാണ്. സ്വന്തം ഒരു നാരോ മൈൻഡിൽ നിന്ന് നമ്മളൊരു ബ്രോഡ് മൈൻഡിലേക്ക് പോകുമ്പോൾ തന്നെ ഈ കർത്താവിൻ്റെ വചനത്തിൽ നിന്ന് നമ്മൾ ഇടം വലം തിരിയുന്നുമില്ല. അവൻ ദൈവത്തിൻ്റെ ദൂതന്മാരെയും ദൈവം സൃഷ്ടിച്ചിട്ടുണ്ട്. ആ ദൂതന്മാരെ കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതികൾ, അത് നമ്മളുമായിട്ടുള്ള ബന്ധത്തിലുള്ള ദൈവത്തിൻ്റെ ചിന്തകൾ പറയുവാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഈ കഴിഞ്ഞ ഒരു വർഷം ദൈവദൂതന്മാരുടെ പ്രവർത്തനത്തെക്കുറിച്ച് ഒരു ക്ലാസ്സോ പ്രസംഗമോ കേട്ടവര് ഒന്ന് കരമുയർത്താമോ? അവയിൽ ആരോ ഒരാളുണ്ടല്ലേ അവിടെ നിന്ന്? ഒരു സഹോദരിയുണ്ട്. അപ്പം ഇത് ഈ ഇവിടെ ആവശ്യമുള്ളൊരു ദൂതായിട്ട് ഞാൻ കരുതുകയാണ്. ഈ ദൂതന്മാരുണ്ടോ, ദൈവമുണ്ടോ, അനുഗ്രഹ ജീവികളുണ്ടോ എന്നൊക്കെയുള്ള വലിയൊരു പഠനമുണ്ടല്ലോ ശാസ്ത്രലോകത്തിന്. അപ്പം ഇന്നത്തെ ചെറുപ്പക്കാർക്കും അങ്ങനെ ഒരു ചിന്തയുണ്ട്. ദൂതന്മാരുണ്ടോ, പിശാചുക്കളുണ്ടോ, ദൈവമുണ്ടോ? ഈ സ്റ്റീഫൻ ഹോക്കിങ്ങിനെ പോലുള്ളവരൊക്കെ ഉണ്ടായിരിക്കുമെന്ന് ചിന്തിച്ച് മരിച്ച ഒരു എത്തിസ്റ്റ് ആയിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് അദ്ദേഹം മനുഷ്യൻ. പക്ഷെ ഇങ്ങനെ ഈ ഭൂമിയിൽ ഇത്രയും ജീവജാലങ്ങൾ ഉണ്ടെങ്കിൽ, കോടാനുകോടി ഗോളങ്ങളുള്ള ഈ പ്രപഞ്ചത്തിൽ ഇതിനേക്കാൾ വലിയ സൂപ്പർ ബീയിങ്ങുകൾ കാണാം എന്ന് ചിന്തിച്ചൊരു മനുഷ്യനായിരുന്നു അദ്ദേഹം. അദ്ദേഹം മരിച്ചുപോയി. സ്റ്റീഫൻ ഹോക്കിങ് ഈ താമോഗർത്തത്തെക്കുറിച്ചൊക്കെയുള്ള വലിയ കാഴ്ചപ്പാടുകൾ നൽകിയ ഒരു മനുഷ്യനായിരുന്നുവല്ലോ അദ്ദേഹം. അപ്പോൾ അതൊക്കെ അവരങ്ങ് ഗസ് ചെയ്യുകയാണ്, ഉണ്ടായിരിക്കും. നമ്മളങ്ങനെ ഗസ് ചെയ്യൊന്നും വേണ്ട, ഉണ്ടെന്നുള്ളതാണ് സത്യം. അതിൻ്റെ രഹസ്യം എന്താണെന്ന് ചോദിച്ചാൽ, ഈ ഞാൻ കണ്ടാലേ വിശ്വസിക്കൂ എന്ന് ചിന്തിക്കുന്നവരൊക്കെ യുക്തിയുടെ മേഖലയിലല്ല, ശാസ്ത്രത്തിന്റെ മേഖലയിലും അല്ല എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? കാരണം കണ്ണിന് എല്ലാം കാണാൻ കഴിയുകയില്ല. കണ്ണിനെല്ലാം കാണാൻ കഴിയില്ല. കാണാൻ കഴിയില്ലെന്ന് മാത്രമല്ല, കാണുന്ന പലതും ശരിയുമല്ല. അത് ഞാൻ ചെറുപ്പക്കാർക്ക് വേണ്ടിയാണ് ഒരു അല്പസമയം പറയുന്നത്, എന്നിട്ട് വിഷയത്തിലേക്ക് വരാം. ഈ ഓഡിറ്റോറിയത്തില്, ഈ മൈക്രോഫോണില് ഇവിടെയുള്ള ജീവജാലങ്ങൾ ഒരു മൈക്രോസ്കോപ്പിന്റെ സഹായത്തോടു കൂടി നോക്കിയാൽ ട്രില്യൺസ് ആഫ്റ്റർ ട്രില്യൺസ് ആയിരിക്കും. പക്ഷെ അത് നമുക്ക് കാണാൻ കഴിയുന്നില്ല. കാരണം നമ്മുടെ കണ്ണുകൾക്ക് അത് കാണാൻ ഒക്കുകയില്ല. അപ്പം വളരെ മനോഹരമാണല്ലോ നിങ്ങളുടെ മുഖമൊക്കെ, ഇല്ല? എൻ്റെ മുഖം പോലെ അല്ല. പക്ഷെ നിങ്ങൾക്കറിയാമോ, ഒരു ഇലക്ട്രോൺ ഒരു മൈക്രോസ്കോപ്പിക് വ്യൂവില് കുറെ കൂടി ഡീപ്പായിട്ട് നോക്കിയാൽ നിങ്ങൾ ഉറങ്ങുമെന്ന് എനിക്ക് തോന്നുന്നില്ല, നിങ്ങൾ ഭക്ഷണം കഴിക്കുമെന്നും എനിക്ക് തോന്നുന്നില്ല. കാരണം നിങ്ങളുടെ ഈ കവിളിലൊക്കെ 1ഉം 2ഉം ഒക്കെ ഇടുന്ന ഒത്തിരി ജീവികൾ ഇപ്പോഴും ഉണ്ട്. സത്യം പറഞ്ഞ വേണമെങ്കിൽ, അല്ലെങ്കിൽ ആരോടെങ്കിലും ഒന്ന് ചോദിക്കൂ. പക്ഷെ നമുക്കത് കാണാൻ കഴിയുന്നില്ല. അവൻ കാണാൻ കഴിയാത്ത ഒരു കണ്ണുകൊണ്ട്, പ്രപഞ്ചത്തിൽ തന്നെ എത്രയോ ഗോളങ്ങളില്ലേ, എല്ലാം കാണാൻ കഴിയുകയില്ല നമുക്ക്. പ്രകാശങ്ങളുടെ എല്ലാം നമുക്ക് കാണാൻ കഴിയുന്നുണ്ടോ? ഇല്ല, കാണാൻ കഴിയില്ല. അങ്ങനെ ഒരു കണ്ണുകൊണ്ട് ഞാൻ കണ്ടാലേ വിശ്വസിക്കുന്നു എന്ന് പറയുന്നതിൽ ശാസ്ത്രവുമില്ല, യുക്തിയുമില്ല, ബുദ്ധിയുമില്ല, അബദ്ധം മാത്രമേ ഉള്ളൂ. ഇത് ചെറുപ്പക്കാരെല്ലാം അറിഞ്ഞിരിക്കണം. അതാണ് ഈ നിരീശ്വരന്മാർക്ക് ദൈവം ഉണ്ട് എന്ന് കാണട്ടെ എന്നൊക്കെ പറയുമ്പോഴേ, ഞാൻ കാണിക്കാടോ, ഇങ്ങോട്ട് വാ, കാണാൻ കഴിവുള്ളൊരു കണ്ണുമായിട്ട്. അങ്ങനെ ആർക്കും ഇല്ല. ഇനി കാണുന്നത് തന്നെ ശരിയല്ലല്ലോ. ഭൂമി കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ട് തിരിയുന്നു എന്നല്ലേ നമ്മൾ കാണുന്നത്? കിഴക്ക് നിന്ന് പടിഞ്ഞാറ് അസ്തമിക്കുന്ന നമ്മൾ കാണുന്നില്ലേ?
കിഴക്കുതിച്ച് പടിഞ്ഞാറ് അസ്തമിക്കുന്നു. നാളെ നിങ്ങൾ കാണും, ഇന്ന് നിങ്ങൾ അസ്തമനം കണ്ടു കാണും. പക്ഷെ അത് സത്യമല്ല. നാളെ ഒന്നും കിഴക്കുതിക്കാൻ പോകുന്നില്ല സൂര്യൻ, നാളെ അസ്തമിക്കാനും പോകുന്നില്ല. പിന്നെ നമുക്ക് തോന്നുക ഭൂമി പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ട് തിരിയുന്നത് കൊണ്ട് നമുക്ക് തോന്നുന്നൊരു തോന്നലാണത്, അതൊരു സത്യമല്ല. അത് നമ്മൾ കാണുന്നത് തന്നെ ശരിയല്ല. ഭൂമി മണിക്കൂറിൽ ഏകദേശം 1,07,000-ലധികം കിലോമീറ്റർ വേഗതയിൽ സൂര്യന് ചുറ്റും കറങ്ങുന്നുവെന്ന് നമുക്കറിയാം. പക്ഷെ നമ്മളിപ്പോൾ നിശ്ചലമായിരിക്കുകയാണ്. നമുക്ക് വല്ലതും മനസ്സിലാകുന്നുണ്ടോ? ഞാനിവിടെ നിൽക്കുന്നു, ഈ മയക്കം വല്ലതും അനക്കമുണ്ടോ? ഇല്ല. പക്ഷേ അങ്ങനെ തിരിയുന്നുണ്ട്. അത് മനസ്സിലാക്കണമെങ്കിൽ നിങ്ങളുടെ ഈ, ഞാൻ വേണമെങ്കിൽ 5 മിനിറ്റ് കൊണ്ട് അത് മനസ്സിലാക്കി തരാം. ഇങ്ങോട്ട് വന്നാൽ നിങ്ങൾ നിന്നാൽ മതി. ഓരോറ്റ അടി ഈ ചെവിക്കകത്ത് അടിച്ചു കൊടുത്താൽ ഇതിനകത്ത് ചില കല്ലുകൾ പോലുണ്ട്, ചെവിക്കല്ലെന്ന് പറയും, അതിന് വേറെ ഡോക്ടർമാർക്ക് ഭാഷ. അതങ്ങോട്ട് ഒഴിഞ്ഞ് ആ ദ്രാവകത്തെ വീണാൽ മതി, നിങ്ങൾ അവിടെ തന്നെ കിടന്ന് കളയും. ഭൂമി കറങ്ങുന്നത് നിങ്ങൾക്ക് അന്നേരം നല്ലതായിട്ട് കാണാനൊക്കും. അതാ അപ്പോൾ സ്വർഗത്തിലെ ദൈവം ഇവിടെ ചെറിയ കല്ലുമൊക്കെ പിടിപ്പിച്ച് ഇതൊക്കെ നിങ്ങളുടെ ബ്രെയിനിൽ കൊണ്ടുവന്നൊരു കാൽക്കുലേറ്റ് ചെയ്ത് നിങ്ങളെ വേറൊരു ലോകത്തിൽ നിർത്തിയിരിക്കുകയാണ്. അതുകൊണ്ടാണ് ബൈബിൾ പറയുന്നത്, തോമസേ, കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ. ഹല്ലേലൂയ. അതിനകത്താണ് ശാസ്ത്രം, അതിനകത്താണ് യുക്തി, അതിനകത്താണ് ബുദ്ധി. അപ്പം നമ്മൾ കണ്ടില്ല എന്ന കാരണത്താലോ കണ്ടത് തന്നെ ശരിയാകണമെന്നില്ല. ശരിയല്ല നമ്മൾ കാണുന്നത്. അതൊരർത്ഥത്തിൽ നമ്മുടെ ഈ ജീവിതത്തിന് വളരെ നല്ലൊരു കാര്യമാണ്. കാണാത്തത് കൊണ്ടാണ് ദൈവം എല്ലാം സൃഷ്ടിച്ചത്. ഉദാഹരണമായിട്ട് ഈ ഒരു കാലത്ത് ഫിസിക്സിൽ ഈ തെർമോഡൈനാമിക്കിൻ്റെ കാലത്തും ഊഷ്മഗതി വിജ്ഞാനം, അതുപോലെ തന്നെ ഈ ഗുരുത്വാകർഷണം, നമ്മുടെ ന്യൂട്ടണിക് കാലം, സർ ഐസക് ന്യൂട്ടന്റെ കാലം, ഈ കാലം കഴിഞ്ഞ് ഇനി ഫിസിക്സിൽ ഒന്നും ഉണ്ടാകാനില്ലെന്ന് ചിന്തിച്ച ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അപ്പോഴാണ് ക്വാണ്ടം മെക്കാനിക്സിന്റെ കാലത്തേക്ക് വന്നത്, ക്വാണ്ടം ഫിസിക്സിലേക്ക് വന്നത്. ക്വാണ്ടം ഫിസിക്സ് എന്ന് പറയുമ്പോൾ നമുക്ക് സാമാന്യമായി മനസ്സിലാക്കാൻ കഴിയുന്ന വേറൊരു ലോകമാണ്. അതിൻ്റെ സൂപ്പർ പൊസിഷനും അതിൻ്റെ എൻറ്റാങ്കിൾമെൻറ്റും അതിൻ്റെ ടണലിങ്ങും, അതിനാണ് ഇപ്പോൾ നോബൽ സമ്മാനം 3 പേർക്ക് കിട്ടിയിരിക്കുന്നത്. അതൊക്കെ സാമാന്യ ബുദ്ധിക്ക് ഗ്രഹിക്കാൻ കഴിയുന്നതല്ല. എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ നമ്മളെല്ലാം ഒരു 2 or 3 ഡയമെൻഷൻ ബീയിങ് ആയിരിക്കും. എന്നാൽ 4, 5, 6 മാനങ്ങളൊക്കെ ഉണ്ട്. അവിടേക്ക് പോയാൽ ഇത് കാണാൻ ഒക്കൂ. ആത്മാവിന് നിങ്ങളെ ആ തലത്തിലേക്ക് കൊണ്ടുപോകാൻ കഴിയും. ഹല്ലേലൂയ. അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ ഒരാളായി മാറണം. നമുക്കങ്ങനെ ആകാൻ ഒക്കുകയല്ല. ഈ ആസ് എ ഹ്യൂമൻ ബീയിങ് നമുക്ക് സാധ്യമല്ല. ഞാനൊരിക്കല് സിലിക്കൺ വാലിയില് സാൻ ഹുസൈനില് എബി എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരന് എന്നെ ഒരു പർവ്വതത്തിന് മുകളിലേക്ക് കൊണ്ടുപോയി. അപ്പം അവിടെ ലോകത്തിൽ ഇന്ന് നിലവിലുള്ള ഈ മൈക്രോസ്കോപ്പുകളും അതുപോലുള്ള ദൂരദർശിനികളും എല്ലാം നിരത്തി വെച്ച് പഠനങ്ങൾ നടത്തുകയാണ് വിദ്യാസമ്പന്നരായിട്ടുള്ള തല ഉള്ള ശാസ്ത്രജ്ഞന്മാരെ, ആസ്ട്രോണമിസ്റ്റുകളെ. അപ്പം ഞങ്ങളൊരു ടൂറായിട്ട് ഇത് കാണാനായിട്ടൊക്കെ പോയതാണ്. അപ്പോൾ അവരിങ്ങനെ സോളാർ സിസ്റ്റവും ബിയോണ്ട് സോളാർ സിസ്റ്റവും ബിയോണ്ട് മിൽക്കി വേയും ഒക്കെ ഇവിടെ ഇരുന്ന് ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം ഒരു 2 മണിക്കൂർ കഴിഞ്ഞ് ഞങ്ങളുടെ ഗൈഡിനോട് ഞാൻ ചോദിച്ചു, അപ്പം ഇവർ അന്വേഷിക്കുന്ന, ഞാൻ ഈ പറയുന്ന പോലെ ദൂതന്മാരുണ്ടോ, അവിടെ വെള്ളമുണ്ടോ, അവിടെ ചൊവ്വായിൽ പുല്ലുണ്ടോ, ഇതൊക്കെയാ അവരന്വേഷിക്കുന്നത്, ഗോളങ്ങളെക്കുറിച്ചൊക്കെ അന്വേഷിക്കുന്നത്. അവൻ 2 മണിക്കൂർ കഴിഞ്ഞ് ഞങ്ങൾ പുറത്തിറങ്ങിയപ്പോൾ ഞാൻ ഗൈഡിനോട് ചോദിച്ചു, വേൾഡിലുള്ള വലിയ ജീനിയസ് ആയിട്ടുള്ള ഈ സയൻറ്റിസ്റ്റ് എല്ലാം ഇവിടെ ഇരുന്ന് ഇങ്ങനെ അവിടെ വെള്ളമുണ്ടോ, പുല്ലുണ്ടോ, മനുഷ്യനുണ്ടോ, ജീവികളുണ്ടോ, അനുഗ്രഹ ജീവികളുണ്ടോ എന്നൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. ഇറ്റ്സ് റിയലി അമേസിങ്. പക്ഷേ ഞാൻ ചോദിച്ചു, എന്നിട്ട് അവർ വല്ലതും കണ്ടോ?
എന്നോട് പറഞ്ഞു ഒന്നും കണ്ടില്ലെന്ന്. എന്നാൽ ഇന്നേക്ക് 2000 വർഷം മുൻപ് പത്മോസ് എന്ന ദ്വീപിൽ ഒരു ദൈവഭക്തൻ മുട്ടുമടക്കിയപ്പോൾ, ആത്മാവിൽ വിവശനായപ്പോൾ, പരിശുദ്ധാത്മാവ് അദ്ദേഹത്തെ 4th or 5th ഡയമെൻഷനിലേക്ക് നയിച്ച് ദൈവത്തിന്റെ സിംഹാസനം കാണുകയാണ്, കുഞ്ഞാടിന്റെ സിംഹാസനം കാണുകയാണ്. അവിടെ നിന്നൊരു നദി ഒഴുകുകയാണ്. അത് നിന്റെ മൈക്രോസ്കോപ്പ് കൊണ്ടോ നിന്റെ ടെലസ്കോപ്പ് കൊണ്ടോ കാണുവാൻ കഴിയുകയില്ല. അത് ആത്മാവിൽ കാണാൻ കഴിയുന്നതാണ്. കരമടിച്ചെന്ന് ദൈവത്തെ ആരാധിച്ചാട്ടെ. അതൊരു വേറൊരു തലമാണ്. ആ തലത്തിലേക്ക് ഉയരുന്നതാണ് ആത്മീകത. അവിടെയാണ് ആത്മീകമായ പ്രവർത്തനങ്ങൾ കാണുന്നത്. ദൈവത്തിന്റെ പ്രവർത്തനങ്ങൾ, പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങൾ, ദൂതന്മാരുടെ പ്രവർത്തനങ്ങൾ, നിത്യതയുടെ വെളിപ്പാട് ലഭിക്കുന്നതാണ് അവിടെ. അതിലൊരു വിഷയമാണ് സങ്കീർത്തനം 34:7 എഴുതിയിരിക്കുന്ന വാക്യം. യഹോവയുടെ ദൂതൻ അവന്റെ ഭക്തന്മാരുടെ ചുറ്റും പാളയമിറങ്ങി അവരെ വിടുവിക്കുന്നു. ദൈവദൂതന്മാരുടെ ആ പദ്ധതി മനസ്സിലാക്കാൻ ഞാനൊരു ചരിത്രത്തിലേക്ക് നിങ്ങളെ കൊണ്ടുപോകാം. ഇസ്രയേൽ രാജ്യവും ആരാൻ രാജ്യവും സിറിയയുമായിട്ട് യുദ്ധം നടക്കുന്ന ഒരു കാലമാണ്. പക്ഷേ ഈ രാജ്യത്തിന് വിജയിക്കാൻ കഴിയുന്നില്ല. ആരാമിനാണ് ഇപ്പോൾ ശക്തിയുള്ളതെങ്കിലും അവരുടെ എല്ലാ ഈ പദ്ധതികളും പരാജയപ്പെടുകയാണ്. കാരണം അവരുടെ നീക്കങ്ങളെല്ലാം എവിടുന്നോ ലീക്കാകുന്നു എന്ന് രാജാവ് തോന്നി. അപ്പോൾ രാജാവിനൊരു സംശയം, തങ്ങളുടെ സൈന്യത്തിൽ ഒറ്റുകാരുണ്ട്, ഇസ്രയേലിന്റെ ചാരന്മാരുണ്ട്. എല്ലാ രാജ്യങ്ങൾക്കും അന്നും ഇന്നുമുണ്ട്. അപ്പൊ അങ്ങനെ നമ്മുടെ നീക്കങ്ങളെല്ലാം ഇസ്രയേൽ രാജാവിനെ അറിയിക്കുന്ന ആരോ നമ്മുടെ മധ്യത്തിലുണ്ട്. ഒരു പട്ടാളക്കാരൻ പറഞ്ഞു, യജമാനെ, ഞങ്ങളാരും അങ്ങനെ നന്ദികേട് കാണിക്കുന്നവരൊന്നുമല്ല. പക്ഷെ ഇസ്രയേലിൽ ഒരു പ്രവാചകനുണ്ട്. അങ്ങ് തിരുമനസ് പള്ളിയറയിൽ ആലോചിക്കുന്ന കാര്യം അയാൾക്ക് വെളിപ്പെടും. അയാൾ അത് ഇസ്രയേൽ രാജാവിനെ അറിയിക്കും. സ്തോത്രം. പ്രാർത്ഥിക്കുന്ന ഒരു ദൈവഭക്തന്റെ മുറിക്കകത്ത് ശത്രുവിന്റെ ഓരോ നീക്കങ്ങളെയും വെളിപ്പെടുത്തുന്ന ദൈവകൃപയുടെ വ്യാപാരം, അവന്റെ ഓരോ വഴികളെയും വെളിപ്പെടുത്തുന്ന ദൈവത്തിന്റെ പദ്ധതികൾ. അപ്പൊ അങ്ങനെ ഒരു പ്രവാചകൻ ഉണ്ടെങ്കിൽ, അദ്ദേഹത്തിന്റെ പേര് എലീശ എന്നാണ്. ആ പ്രവാചകനിൽ നിന്ന് ദൂത് കേൾക്കേണ്ടതിന് പകരം ഇയാൾ ചെയ്തത് എന്നാണെന്ന് അറിയാമോ? ശക്തരായ കുറെ പട്ടാളക്കാരെ അയാൾക്ക് നേരെ അയക്കുകയാണ്. അതാണ് ഈ ലോകത്തിന്റെ ഭോഷത്വം. ഇവന്റെ പടനീക്കങ്ങളെല്ലാം വെളിപ്പെടുത്തി രാജാവിന് കൊടുക്കാൻ കൃപ പ്രാപിച്ച ഈ എലീശ പ്രവാചകനെ പിടിക്കാൻ ഇവൻ സൈന്യത്തെ വിട്ടാൽ അതും ഇയാൾക്ക് വെളിപ്പെടും എന്ന് അയാൾക്ക് തോന്നിയില്ല. അതാണ് ലോക മനുഷ്യന് എല്ലാം ഗ്രഹിക്കാൻ ഒക്കുകയില്ല. ആ ഭാഗം വേണമെങ്കിൽ നോക്കിയോ, രാജാക്കന്മാരുടെ 2-ാം പുസ്തകത്തിലുണ്ട്, 6-ാം അധ്യായം. 6-ാം അധ്യായത്തിന്റെ 14 മുതലുള്ള വാക്യങ്ങൾ ഒന്ന് നോക്കിയേ. അവൻ അവിടേക്ക് ശക്തിയുള്ള സൈന്യത്തെ കുതിരകളും രഥങ്ങളുമായി അയച്ചു. അവർ രാത്രിയിൽ ചെന്ന് പട്ടണം വളഞ്ഞു. മതി. അപ്പോൾ എങ്ങോട്ടയച്ചു? ഈ രാജാവിന്റെ ബുദ്ധി നോക്കിയേ. ഇത്രയും വെളിപ്പെടുത്തിയ ഒരു ദൈവദാസനെ പിടിക്കാനായിട്ട് ആ ദൈവദാസൻ ഇത് വെളിപ്പെടുമെന്നും അയാൾ അവിടെ നിന്ന് കടക്കുമെന്നും
ഒക്കെ വേണമെങ്കിൽ അയാൾക്ക് വിശ്വസിക്കാമായിരുന്നു. പക്ഷെ ആ ബുദ്ധി പോയില്ല. ചിലർക്ക് ബുദ്ധി പ്രകാശിക്കാതിരിക്കുന്നതും ദൈവത്തിൻ്റെ പ്രവർത്തനം വെളിപ്പെടുത്തേണ്ടതിന് വേണ്ടിയാണ് കേട്ടോ. അവർക്ക് വേറെ ചില കാര്യങ്ങൾക്ക് ഭയങ്കര ബുദ്ധിയായിരിക്കും, ചില കാര്യങ്ങൾക്ക് അത് വെളിപ്പെട്ട് വരികയില്ല. അപ്പം ശക്തിയുള്ള പട്ടാളക്കാരെ, കുതിരകളെ ഈ പ്രവാചകന്റെ വീട്ടിലേക്ക് അയച്ചു. ദോദാൻ എന്ന് പറയുന്ന സ്ഥലത്താണ് ഇദ്ദേഹം താമസിക്കുന്നത്. പണ്ട് യോസഫ് അവിടെ സഹോദരങ്ങളെ അന്വേഷിച്ചു പോയതൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ആ സ്ഥലം പ്രവാചകന് ഇത് അറിയാതിരുന്നുവെന്നുമില്ല. 15-ാം വാക്യം. ദൈവപുരുഷന്റെ ബാല്യക്കാരൻ രാവിലെ എഴുന്നേറ്റ് പുറത്തിറങ്ങിയപ്പോൾ ഒരു സൈന്യം കുതിരകളും രഥങ്ങളുമായി പട്ടണം വളഞ്ഞിരിക്കുന്നത് കണ്ടു. ബാല്യക്കാരൻ അവനോട്, അയ്യോ യജമാനനെ, നാം എന്ത് ചെയ്യുമെന്ന് പറഞ്ഞു. അവൻ പുറത്തിറങ്ങിയപ്പോൾ, ബാല്യക്കാരൻ പുറത്തിറങ്ങിയപ്പോൾ കാണുന്ന കാര്യം, തന്റെ വീടിന് ചുറ്റും, പ്രവാചകൻ താമസിക്കുന്ന വലിയ മാളികയൊന്നുമല്ല, ഒരു കൊച്ചു വീടാണ്. ആ വീടിന് ചുറ്റും രഥങ്ങൾ പൂട്ടിയ കുതിരകളും ആയുധങ്ങൾ ഏന്തിയ സൈന്യം വളഞ്ഞിരിക്കുക. ഈ ബാല്യക്കാരൻ ഭയന്നു പോയി. ഞാനും നിങ്ങളും ഭയക്കായിരിക്കും, നമ്മളാണേലും ഭയക്കില്ലേ? നമ്മളെ കൊല്ലാനായിട്ട് ഇപ്പം നമ്മളിവിടെ എല്ലാവരും കൂടി ഇപ്പം പ്രസംഗിക്കുകയാണ്. ഞാൻ നിങ്ങളെ ഇങ്ങനെ ധൈര്യപ്പെടുത്തി പ്രസംഗിക്കുകയാണ്. 1000 പട്ടാളക്കാര് AK-47 പിന്നെ 4-5 ബോംബും പിന്നെ 8-10 വാളും എല്ലാം കൂടി ഇങ്ങോട്ട് വന്ന് കയറിയാൽ നമ്മൾ എന്നാ ചെയ്യും? മനുഷ്യരായതുകൊണ്ട് നമ്മൾ പേടിക്കില്ല. അപ്പൊ ഇദ്ദേഹം അങ്ങ് ആലില പോലെ വിറച്ചു പോയാരാ? നമ്മുടെ പ്രവാചക ശിഷ്യൻ വിറച്ചുപോയി. അയ്യോ യജമാനെ, നമ്മൾ ഇനി എന്നെ ചെയ്യാൻ കഴിയും? ഇനി ഒന്നും ചെയ്യാനൊക്കെയല്ല, തീർന്നെന്നാണ് പുള്ളി പറയുന്നത്. അയ്യോ എന്നുള്ള വാക്കോട് കൂടിയാണ് അദ്ദേഹം തുടങ്ങുന്നത്. അതിന് ഈ പ്രവാചകൻ പറഞ്ഞ 16-ാം വാക്യം. അതിനവൻ, പേടിക്കണ്ട, നമ്മോട് കൂടെയുള്ളവർ അവരോട് കൂടെയുള്ളവരെക്കാൾ അധികമെന്ന് പറഞ്ഞു. അടുത്തത്. പിന്നെ എലീശ പ്രാർത്ഥിച്ചു, യഹോവേ, ഇവൻ കാണത്തക്കവണ്ണം ഇവന്റെ കണ്ണ് തുറക്കണമേ എന്ന് പറഞ്ഞു. യഹോവ ബാല്യക്കാരന്റെ കണ്ണ് തുറന്നു. എലീശയുടെ ചുറ്റും അഗ്നിമയമായ കുതിരകളും രഥങ്ങളും കൊണ്ട് മല നിറഞ്ഞിരിക്കുന്നത് അവൻ കണ്ടു. പ്രൈസ് ദി ലോർഡ്. എന്താണ് പ്രവാചകൻ പേടിക്കാതിരുന്നെന്നറിയാമോ? ഇവൻ പടക്കൂട്ടത്തെ അയക്കുന്നുണ്ടെന്നും ശക്തിയുള്ള കുതിരകളെ അയക്കുന്നുണ്ടെന്നും ഒക്കെ അറിഞ്ഞിട്ട് ഇസ്രായേലിന്റെ രാജാവ് പോയതുപോലെ, മാറിപ്പോയതുപോലെ എലീശ പോകാതിരുന്നതിന്റെ കാര്യം എന്നാണെന്നറിയാമോ? എലീശയ്ക്കറിയാം താൻ എവിടെല്ലാം ഉണ്ടോ അവിടെല്ലാം ദൈവത്തിന്റെ ദൂതന്മാർ തനിക്ക് ചുറ്റും പാളയമായിട്ടുണ്ട്. പകൽ പറക്കുന്ന അസ്ത്രമുണ്ട്, രാത്രിയിൽ സഞ്ചരിക്കുന്ന മഹാമാരിയുണ്ട്, ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരമുണ്ട്. നിന്നെ ഇല്ലാതാക്കുവാൻ പദ്ധതി തയ്യാറാക്കിയ പൈശാചിക വ്യാപാരങ്ങളുമുണ്ട്. അതൊന്നും നിന്റെ മേൽ വരാതിരുന്നതും, നിന്റെ തലമുറ മേൽ വരാതിരുന്നതും, നിന്റെ വാഹനത്തിൽ വരാതിരുന്നതും ദൈവത്തിന്റെ ദൂതന്മാർ നിനക്ക് ചുറ്റും പാളയമിറങ്ങിയത് കൊണ്ടാണ്. പക്ഷേ ഒരു വീട്ടിൽ താമസിച്ച ഒരാൾക്കത് കാണാൻ കഴിഞ്ഞില്ല. അതാണ് ഞാൻ പറഞ്ഞത്, നമുക്കെല്ലാം കാണാനൊക്കെയില്ല. ഏലിയാവിനത് കാണാൻ കഴിഞ്ഞത് ദൈവം അദ്ദേഹത്തിന് വേറൊരു തലത്തിലേക്ക്, ഒരു 4th ഡയമെൻഷനിലേക്ക് അദ്ദേഹത്തെ നയിച്ചതാണ്. സ്തോത്രം. ഡോക്ടർമാര്, ആസ്ട്രോണമിസ്റ്റുകള് നമ്മൾ കാണാത്തത് കാണും മൈക്രോസ്കോപ്പിലൂടെ, ടെലസ്കോപ്പിലൂടെ. ദൈവഭക്തന്മാർ ഇവരാരും കാണുന്നതിനേക്കാൾ അപ്പുറം ദൈവത്തിന്റെ ആത്മാവിലൂടെ കാണും. ഇനി
ഒരു ചിന്ത ഞാൻ ഓർപ്പിക്കട്ടെ. എലീശയുടെ ശിഷ്യൻ കണ്ടത് സത്യമാണ്, കണ്ടത് സത്യമാണ്. ആ കാഴ്ച കൊണ്ട് അയാൾക്ക് ഭയമുണ്ടാകുന്നതല്ലാതെ ആ ദൂത് പാസ് ചെയ്യുമ്പോൾ കേൾക്കുന്നവർക്കും ഭയമുണ്ടാകുന്നത് പോലെ പ്രയോജനമില്ല. നമ്മൾ കാണുന്നത് ശരിയായിരിക്കാം, കാണുന്നത് പറയണമോ വേണ്ടയോ എന്ന് വളരെ വൈകിയേ ചിന്തിച്ചേ പറയാവൂ. ഞങ്ങൾ ഒരിക്കൽ സഭാശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ ഒരു സ്ഥലത്ത് താമസിച്ചു. അപ്പൊ അവിടെ ഞങ്ങളുടെ മാസ്റ്റർ ബെഡ്റൂം മുൻപൊരു കിണറായിരുന്നെന്നും അവിടെ ഒരു സ്ത്രീയെ തല്ലിക്കൊന്ന് ഇട്ടതാണെന്നും എനിക്കറിയാമായിരുന്നു. പക്ഷെ ഞാൻ ഒരിക്കലും അതെൻ്റെ ഭാര്യയോട് പറഞ്ഞില്ല. നിങ്ങൾക്ക് ഏകദേശം കാര്യം മനസ്സിലായി അല്ലേ? പക്ഷെ ഞാനതൊരിക്കലും എൻ്റെ ഭാര്യയോട് പറഞ്ഞില്ല. നമ്മൾ കിടക്കുന്നത് പണ്ടൊരു സ്ത്രീയെ തല്ലിക്കൊന്ന ഇട്ട സ്ഥലത്താണെന്ന് പറഞ്ഞില്ല. കാണുന്നതും പറയുന്നതുമെല്ലാം ശരിയാണെങ്കിലും അത് നമ്മൾ മറ്റൊരാളോട് പറയുമ്പോൾ സൂക്ഷിച്ചു പറയണം. എലീശയുടെ ശിഷ്യന്മാരുടെ കാഴ്ചപ്പാടുകൾ വ്യക്തികളിലും കുടുംബങ്ങളിലും ഭയങ്ങൾ ഉണ്ടാക്കും. എന്നാൽ എലീശയെ പോലെ രണ്ടും കാണണം. ശത്രുവിനെയും കാണണം, ശത്രുവിനെ നിയന്ത്രിക്കുന്ന ദൈവത്തെയും കാണണം. ശത്രുവിനെയും കാണണം, ശത്രുവിനെ ഭയപ്പെടുത്തുന്ന ദൂതന്മാരെയും കാണണം. കരമടിച്ച് പിശാചിനെയും കാണണം. അറുക്കാനും മുടിക്കാനും മോക്ഷിക്കാനും വരുന്ന പിശാചിനെയും അറിയണം. അവനെ കീഴ്പ്പെടുത്താൻ കഴിവുള്ള കർത്താവിനെയും അറിയണം. ഹല്ലേലൂയ. മന്ത്രവാദത്തെ കുറിച്ചും അറിയണം, പക്ഷേ മന്ത്രവാദത്തെ തകർക്കുന്ന യേശുവിന്റെ ശക്തിയെയും അറിയണം. ക്ഷുദ്രപ്രയോഗത്തെ കുറിച്ച് അറിയണം, പക്ഷേ അതിനെ നിർജീവമാക്കുന്ന കർത്താവിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് അറിയണം. ശത്രുവിന്റെ നീക്കങ്ങളെ കുറിച്ച് അറിയണം, പക്ഷേ ആ ശത്രുവിന്റെ കരങ്ങളിൽ നിന്ന് വിടുവിക്കുന്ന ദൈവത്തിന്റെ പദ്ധതിയെ കുറിച്ച് മനസ്സിലാക്കണം. അത് ഏലിയാവിനുണ്ടായിരുന്നത് കൊണ്ട് തന്റെ വായിൽ നിന്ന് അയ്യോ എന്ന വാക്ക് വന്നില്ല, ഭയം എന്ന വാക്കും വന്നില്ല. നിങ്ങൾ ആരാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഇത് ഞാനൊരു കേട്ട കഥയാണ്. നോർത്ത് ഇന്ത്യയില് ഒരു മനുഷ്യൻ ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഒരു മഴ പെയ്തു. തൊട്ടടുത്ത ഒരു കെട്ടിടത്തിൽ, ഒരു ആരാധന കേന്ദ്രത്തിന്റെ കെട്ടിടത്തിൽ അദ്ദേഹം കയറി. മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം അവിടെ നിന്ന് അന്യഭാഷ പറഞ്ഞ് ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ സ്തുതിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു മനുഷ്യൻ അദ്ദേഹത്തിന്റെ അടുക്കൽ വന്ന് ചോദിച്ചു, നീ ആരാണെന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, ഞാൻ ഇന്ന സ്ഥലത്ത് താമസിക്കുന്ന ആളാണ്, മഴ പെയ്യുന്നത് കൊണ്ട് ഇവിടെ കയറിയെന്ന്. നീ എന്താ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അവൻ പറഞ്ഞു, ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്, ഞാൻ മഴ കഴിയുമ്പോൾ പോകാം. അതല്ല, എൻ്റെ ദൈവം ഇവിടുന്ന് പേടിച്ചു പോയെന്ന്. എൻ്റെ ദൈവം പേടിച്ചു പോയി, നീ ആരാണെന്ന് എനിക്കൊന്ന് അറിഞ്ഞാൽ കൊള്ളാം. ആ ദൈവത്തിന്റെ ശുശ്രൂഷകൻ വന്ന് പറയുകയാണ്, ഏതാ പേടിച്ചോടിയ ദൈവത്തിന്റെ ശുശ്രൂഷകൻ പറയുകയാണ്, നീ ആരാണ്? ഈ മനുഷ്യൻ അത് അറിയുന്നില്ല. ഇയാൾ ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ പിശാച് വിറയ്ക്കുകയാണെന്നും ആ കുടിയിരിപ്പ് അവിടെ നിന്ന് പോയെന്നുള്ള കാര്യം പുള്ളി അറിയുന്നില്ല. വല്ലതും നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ? നിന്നിൽ ആത്മാവുണ്ടെങ്കിൽ, യേശു ഉണ്ടെങ്കിൽ, യേശുവിന്റെ രക്തത്തിൽ ആശ്രയിക്കുന്ന വ്യക്തിയാണെങ്കിൽ, നീ ഒരു വിശുദ്ധനാണെങ്കിൽ, ഒരു വിശുദ്ധയാണെങ്കിൽ, നിന്നിൽ ദൈവശക്തിയുണ്ട്, ദൂതന്മാരുണ്ട്. അത് സാത്താൻ അറിയാം. അവൻ ഭയപ്പെടുന്നുണ്ട്, അവൻ വിറയ്ക്കുന്നുണ്ട്, അവൻ ഓടുന്നുണ്ട്.
അത് മനസ്സിലാക്കിയില്ലെങ്കിൽ ഈ പ്രവാചക ശിഷ്യനെ പോലെ ഭയപ്പെടേണ്ടി വരും. നമ്മൾ വായിച്ചത് എന്താണ്? യഹോവയുടെ ദൂതൻ തന്റെ ഭക്തന്മാർക്ക് ചുറ്റും, ഇത്ര അക്ഷരാർത്ഥത്തിലാണതല്ലേ, അശ്വം കുതിരകളും അഗ്നിമയമായ കുതിരകൾ. ഇത് പുള്ളി ഒന്ന് കണ്ടതാ ഒരിക്കൽ എലീശ തന്റെ ഗുരു പോയപ്പോഴ്. അന്നേരം ഒരെണ്ണേ കണ്ടുള്ളൂ. ഇപ്പൊ 100 കണക്കിനാ കാണുന്നത്. സ്വന്തം ചെയ്താട്ടെ, ഒരെണ്ണമാന്ന് കണ്ടത്. പക്ഷെ 100 കണക്കിന് രഥങ്ങൾ. ആരാമ്യ പട്ടാളക്കാരന്റെ രഥത്തെക്കാളും അവന്റെ കുതിരയെക്കാളും അവന്റെ പട്ടാളത്തെക്കാളും അവന്റെ കുന്തത്തെക്കാളും അവന്റെ ശക്തിയെക്കാളും കൂടുതൽ ഒരു കൂട്ടം ദൂതഗണങ്ങൾ തന്റെ ഭക്തന്മാർക്ക് ചുറ്റും പാളയമടിച്ചു കിടക്കുകയാണ്. അതുകൊണ്ട് ബൈബിൾ പറയുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഭ്രമിച്ചു നോക്കണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു. നീ വെള്ളത്തിൽ കൂടി കടന്നു പോയാൽ നദി നിന്നെ മുക്കുകയില്ല, അഗ്നിജാലം നിന്നെ ദഹിപ്പിക്കുകയില്ല. കാരണം വിടുവിക്കുന്ന ദൈവം തന്റെ ദൂതന്മാരുമായി പാളയമടിച്ചു കിടക്കുകയാണ്. നമ്മുടെ സെക്യൂരിറ്റിയെ കുറിച്ച് ആഴമായി ഒന്ന് അറിയണം പ്രിയപ്പെട്ടവരെ. ലോകത്തിൽ നമ്മളൊക്കെ ചിന്ത, നമുക്കൊരു സെക്യൂരിറ്റി ഗാർഡ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു പട്ടി ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നല്ല മതിലുണ്ടെങ്കിൽ, ഇതൊക്കെയാണ്. ഇതൊക്കെ എത്രയോ നിസ്സാരമായ, ഈ ബണ്ടി ചോറിനെ പോലുള്ളവർക്ക് ഇതൊക്കെ എത്ര നിസ്സാരമായ കാര്യമല്ല. 3 വലിയ പട്ടി ഉണ്ടായിരുന്നൊരു വീട്ടിൽ ഒരു മോഷ്ടാവ് കയറി പുള്ളിയെക്കുറിച്ചൊരു ഇന്റർവ്യൂ നടത്തിയപ്പോൾ പുള്ളി പറഞ്ഞു, അടുക്കളയിൽ കയറി അവിടെ മത്തിക്കറി ഉണ്ടായിരുന്നു, ഒരു മത്തി കൊടുത്തപ്പോൾ ഒരു പട്ടി ശരിയായി, രണ്ടാമനും കൊടുത്തപ്പോൾ അവനും ശരിയായി, മൂന്നാമനും ഒരെണ്ണം കൊടുക്കും അവനും ശരിയായി, പിന്നെ 3 കൂടെ നിന്നെന്ന് പറഞ്ഞു. അത്രയേ ഉള്ളൂ. നമുക്കാണ് തന്നെ ഇത് വലിയ പുള്ളികളൊക്കെ കേട്ടോ. ഒരു മത്തിയിൽ ഒതുക്കാവുന്ന കള്ളന് ഒതുക്കാനുള്ള പട്ടിയൊക്കെ ഉള്ളൂ. നമുക്കിതൊന്നുമല്ല കാവൽ. ജോൺ എഫ് കെന്നഡിക്ക് ഉണ്ടായിരുന്ന പോലെ, ഇന്ദിരാഗാന്ധിക്ക് ഉണ്ടായിരുന്ന പോലെ, രാജീവ് ഗാന്ധിക്ക് ഉണ്ടായിരുന്ന പോലെ നമുക്ക് ജീവിതത്തിൽ അങ്ങനെ ഒരു സെക്യൂരിറ്റി ഉണ്ടാക്കാൻ കഴിയുമോ? ഒരിക്കലും. നമ്മുടെ കാവൽക്കാരൻ ഉറങ്ങുന്നില്ല, മയങ്ങുന്നില്ല, മയങ്ങുന്നില്ല. ഈ സുരക്ഷിതത്വമാണ് വലുത്. അങ്ങനെ ആ ബൈബിളിൽ നിന്ന് പഠിച്ചെന്നോ മനസ്സൊന്നുറപ്പിക്കണം. ഭയങ്ങളിൽ നിന്നെല്ലാം വിടുതലുണ്ടാകണം. മറ്റൊരു സംഭവം കൂടെ, ഇതിനോടുള്ള ബന്ധത്തിൽ മറ്റൊരു സംഭവം കൂടെ പറഞ്ഞൊരു പ്രധാനപ്പെട്ട വിഷയം പറഞ്ഞ് ഞാൻ നിർത്താം. ഒരു കാലത്ത് ലോകത്തിലെ ഒരു വലിയ സാമ്രാജ്യമായിരുന്നു അശൂർ സാമ്രാജ്യം. ഈ ടൈഗ്രിസ് നദിയുടെ തീരത്തുണ്ടായിരുന്ന ഒരു സാമ്രാജ്യം. മസൂൾ, നിനവെ, യോനയൊക്കെ പോയ നിനവെ, ഇന്നത് മസൂൾ എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത്. അപ്പൊ അവിടെ ഇറാഖിലാണത്. അവരായിരുന്നു ഒരു കാലഘട്ടത്തിലെ വലിയ ഒരു സാമ്രാജ്യം. ഞാൻ അധികം താമസിക്കാതെ അതിനെക്കുറിച്ചൊരു വീഡിയോ ഇറക്കുന്നുണ്ട്. ഈ ബ്രിട്ടീഷ് മ്യൂസിയത്തിൽ ഈ അശൂർ സാമ്രാജ്യത്തിൻ്റെ ഏഷ്യൻ വേൾഡ് എന്നുള്ള നിലയിൽ തന്നെ ഒരു വലിയ വിങ് തന്നെയുണ്ട്. ഇതൊന്നും പഠിക്കാൻ വേണ്ടി മാത്രം ഞാൻ അവിടെ പോയിട്ടുണ്ട്, അതിൻ്റെ ഒരു വീഡിയോ ഇറക്കാനായിട്ട്. അപ്പോൾ ഈ സാമ്രാജ്യം വലിയൊരു സാമ്രാജ്യമായിരുന്നു. ആ സാമ്രാജ്യം അത് കഴിഞ്ഞാൽ പിന്നെ ബാബിലോണും ഗ്രീസും റോമും ഒക്കെ ഇവിടെ ഉണ്ടായി. അപ്പൊ ആ സാമ്രാജ്യ കാലയളവിലും ഇസ്രയേലുണ്ട്. ലോകത്തിലെ ആദ്യ സാമ്രാജ്യങ്ങളിൽ, പൗരാണിക സാമ്രാജ്യങ്ങളിൽ ഒന്നാണ് ഈ അശൂർ സാമ്രാജ്യം എന്ന് പറയുന്നത്. ഈ അശൂർ സാമ്രാജ്യം ഇസ്രയേൽ രാജ്യത്തെ BC
722 പിടിച്ചടക്കി 10 ഗോത്രങ്ങളുള്ള ഇസ്രായേൽ രാജ്യത്തെ. 208 വർഷം അവർ ഭരിച്ചിരുന്നതാണ്. എന്നിട്ട് അവരെ ഇവർ ചിതറിച്ചു കളഞ്ഞു. ആ ചിതറിച്ചൽ കുറെ പാർട്ടികള് നോർത്ത് ഈസ്റ്റേൺ മേഖലയിൽ വന്നു, കുക്കികളുടെ കൂട്ടത്തിലുണ്ട്. അവരെല്ലാം തിരിച്ചു പോകാൻ ഒരുങ്ങുക. അന്ന് ചിതറിച്ചതാണ് BC 722. അപ്പൊ ഇവരില് ഈ ശമരിയായിരുന്നു അന്ന് ഇസ്രായേലിന്റെ തലസ്ഥാനം. അവിടെ കൊണ്ടുപോയി ആൾക്കാരെ താമസിപ്പിച്ച് അങ്ങനെ അവിടെ ഒരു സങ്കര വർഗമുണ്ടായി. അങ്ങനെയാണ് ശമരിയക്കാരുണ്ട്. അതെല്ലാം അശൂർ സാമ്രാജ്യത്തിന്റെ പണി മുഖാന്തരം ഉണ്ടായതാണ്. ബൈബിൾ വായിക്കുമ്പോൾ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ഈ ചരിത്രം പറയുന്നുള്ളൂ. അപ്പൊ ഇസ്രായേൽ 208 വർഷം ഈ ഭൂമിയിൽ ഭരിച്ചിരുന്ന ഇസ്രായേൽ രാജ്യത്തെ, 208 വർഷം എന്ന് പറഞ്ഞാൽ എത്ര വർഷമല്ലേ? നമ്മുടെ ഇന്ത്യ 70 വർഷം കഴിഞ്ഞല്ലേ ഉള്ളൂ ഇല്ലേ? 208 വർഷം ഭരിച്ചിരുന്ന ഒരു രാജ്യത്തെ അവർ പുഷ്പം പോലെ പരാജയപ്പെടുത്തി എന്ന് പറഞ്ഞാൽ എല്ലാത്തിനെയും പരാജയപ്പെടുത്തി, ചെതറിച്ചു കളഞ്ഞ എല്ലാത്തിനെയും. അപ്പം പിന്നെ യഹൂദാ ഗോത്രം, ബെന്യാമിൻ ഗോത്രം അടങ്ങിയ 2 ഗോത്രങ്ങളടങ്ങിയ ഒരു കൊച്ചു രാജ്യം യെരുശലേമിനെ തലസ്ഥാനമാക്കിയിട്ടുണ്ടായിരുന്നു ആ കാലത്ത്. അതിന് യഹൂദാ രാജ്യമെന്നാണ് പേര് പറഞ്ഞിരുന്നത്. അപ്പൊ ഈ 10 ഗോത്രങ്ങൾ ഉണ്ടായിരുന്ന ഇസ്രായേൽ രാജ്യത്തെ പിടിച്ചെടുത്ത ഈ അശൂർ സാമ്രാജ്യാധിപന്മാർ യഹൂദാ രാജ്യത്തെയും വെല്ലുവിളിച്ചു. കീഴടങ്ങണമെന്ന് പറഞ്ഞു. കീഴടങ്ങണമെന്ന് പറയുകയല്ല, അവരോട് യുദ്ധം ചെയ്ത് അവർക്ക് 40 പട്ടണങ്ങൾ അങ്ങ് പിടിച്ചു. കൊച്ചു രാജ്യമാണെന്ന് നിങ്ങൾ ഓർക്കണം. അതിന്റെ 40 പട്ടണങ്ങൾ പിടിച്ചു. ഇനി ആകെപ്പാടെ പിടിക്കാനുള്ള യെരുശലേമേ ഉള്ളൂ. അവിടെ 1,86,000 പടയാളികളെ വിന്യസിപ്പിച്ചു. 1,86,000 പടയാളികൾ എന്നൊക്കെ പറയുമ്പോൾ അന്നത്തെ പോപ്പുലേഷൻ വൈസ് ചിന്തിക്കുകയാണെങ്കിൽ അതൊരു ഭയങ്കരമാണ്. ഈ സമയത്ത് അവിടെ ഭരിക്കുന്ന രാജാവിന്റെ പേര് ഹിസ്കിയാവെന്നാണ്. അന്ന് ജീവിച്ചിരുന്ന പ്രവാചകന്റെ പേര് യെശയ്യാവെന്നാണ്. അപ്പൊ നിങ്ങൾ ഈ ബൈബിൾ വായിക്കുമ്പോൾ ഈ ചരിത്രം മറക്കരുത്. അതിനാണ് ഞാൻ ഇത്രയും ചരിത്രത്തിലൂടെ നിങ്ങളെ കൊണ്ടുവരുന്നത്. അപ്പൊ ആകപ്പാട് ഹിസ്കിയ ഭയന്നിരിക്കുകയാണ്. ഒരു വലിയ രാജ്യത്തെ പിടിച്ചു. ഇപ്പൊ ഉദാഹരണമായിട്ട് അമേരിക്കയും റഷ്യയും പിടിച്ചവര് മെക്സിക്കോയെ പിടിക്കാൻ ചെന്നാൽ എങ്ങനെ ഇരിക്കും എന്നതുപോലെ. അപ്പൊ ഇദ്ദേഹം പേടിച്ചു. ഇവർ ചെയ്ത ദ്രോഹം എന്നാണെന്ന് ചോദിച്ചാൽ ഈ ദൈവത്തെ നിന്ദിക്കുകയാണ് ഇവര്. രബ്ഷാഖേ എന്ന് പറയുന്ന സെൻഗരീബിന്റെ ഒരു വക്താവ്, അവന് ഒത്തിരി ഭാഷ അറിയാം. അവനിങ്ങനെ പ്രസംഗിക്കുകയാണ്. അശൂർ സാമ്രാജ്യാധിപന്മാരുടെ കയ്യിൽ നിന്ന് ഏതെങ്കിലും രാജാക്കന്മാർ രക്ഷപ്പെട്ടിട്ടുണ്ടോ? ചോദ്യത്തിന് മറുപടിയില്ല. ആരും രക്ഷപ്പെട്ടിട്ടില്ല. എന്നിട്ട് ചോദിക്കുകയാണ്, ഏതെങ്കിലും ദൈവങ്ങൾ രക്ഷപ്പെട്ടിട്ടുണ്ടോ? ഇല്ല. ആ ദൈവങ്ങളെല്ലാം അവർ കീഴടക്കി, മിണ്ടാൻ ഒക്കുന്നില്ല. എന്നിട്ട് പറയുകയാണ്, നിങ്ങൾ ഈ ഹിസ്കിയാവിനെ ആശ്രയിച്ചുകൊണ്ട് എന്നാ ഗുണം? യഹോവ നിങ്ങളെ വിടുവിക്കുമെന്ന് പറഞ്ഞാൽ അശൂർ സാമ്രാജ്യത്തിന്റെ കയ്യിൽ നിന്ന് യഹോവയ്ക്ക് വിടുവിക്കാൻ കഴിയുമോ? അശൂർ സാമ്രാജ്യാധിപന്മാർ കീഴടക്കിയ ദൈവങ്ങളുടെ ചരിത്രം നിങ്ങളൊന്ന് പഠിച്ചു നോക്കണം. ഇങ്ങനെ ദൈവത്തെയും ജനത്തെയും വെല്ലുവിളിച്ച് പേടിക്കുക. അക്കാലങ്ങളിലെ യുദ്ധം എന്ന് പറയുന്നത് പടയാളികൾ കയറിക്കഴിഞ്ഞാൽ സ്ത്രീകളെല്ലാം ബലാത്സംഗം ചെയ്യപ്പെടും, പുരുഷന്മാർ കൊല്ലപ്പെടും. ഭയാനകമാണ് ആ യുദ്ധം. അതുകൊണ്ട് എല്ലാവരും വിറച്ചു കഴിയുകയാണ്. വിറച്ചു കഴിയുമ്പോൾ ഈ പാവപ്പെട്ട ദൈവത്തിന്റെ ദാസൻ ഹിസ്കിയ രാജാവ് ഉപവസിച്ച് പ്രാർത്ഥിച്ചിട്ട് യെശയ്യാവിന്റെ അടുക്കലേക്ക് ആളെ വെച്ചിട്ട് പറഞ്ഞു, ദൈവത്തിന്റെ ദാസനെ ഒന്ന് പ്രാർത്ഥിക്കണം, ദൈവത്തിനല്ലാതെ നമ്മളെ സഹായിക്കാൻ ഒക്കെയില്ല. ഇനി നിങ്ങൾ യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിലേക്ക് വന്നേ. യെശയ്യാ പ്രവചനം 37 വന്നേ. ഈ നിന്ദകളെല്ലാം അങ്ങോട്ട് വന്നപ്പോഴ് ദൈവം ഒരു ദൂത് പറയുകയാണ്. അതതിന്റെ 24 വാക്യത്തിലുണ്ട്. 37:24. നിന്റെ ഭൃത്യന്മാർ മുഖാന്തരം നീ കർത്താവിനെ നിന്ദിച്ചു. എന്റെ അസഖ്യ രഥങ്ങളോടുകൂടെ ഞാൻ മലമുകളിലും
ലെബാനോന്റെ ശിഖരങ്ങളിലും കയറിയിരിക്കുന്നു. മതി. ദൈവം പറയുകയാണ്, ഇസ്രയേലിന്റെ പരിശുദ്ധന് വിരോധമായിട്ട് തന്നെയല്ലയോ നിന്റെ ഭൃത്യന്മാർ മുഖാന്തരം നീ കർത്താവിനെ നിന്ദിച്ചത്? ദൈവം പറയാണ്, എന്റെ അസംഖ്യ രഥങ്ങളോട് കൂടെ ഞാൻ മലമുകളിലും ലെബനോനിന്റെ ശിഖരങ്ങളിലും കയറിയിരിക്കുന്നു. നിന്റെ കുതിരയ്ക്കും രഥത്തിനും ലെബാനോനിലെ ദേവദാരുവിന്റെ ശിഖരത്തിൽ കയറാനൊക്കെയല്ല, പക്ഷെ എന്റെ രഥത്തിന് അവിടെ കയറാൻ കഴിയും, എന്റെ കുതിരയ്ക്ക് അവിടെ കയറാൻ കഴിയും. നീ ആരെയാണ് നിന്ദിച്ചത്? ഭരണകർത്താക്കൾ ഈ ദൂതറിഞ്ഞിരിക്കട്ടെ. മതത്തിന്റെ ശക്തി കൊണ്ടും തങ്ങളുടെ അണികളിലുള്ള സംഖ്യാബലം കൊണ്ടും സൈന്യത്തിന്റെ ശക്തി കൊണ്ടും പാവപ്പെട്ട ദൈവത്തിന്റെ ദാസന്മാരെയും പാവപ്പെട്ട ദൈവത്തിന്റെ മക്കളെയും നിന്ദിക്കാനാണ് പാപമെങ്കിൽ, നിന്നേക്കാൾ കരുത്തനായ സെൻഹരീബിനെ പാഠം പഠിപ്പിച്ച ഒരു ദൈവം ജീവിക്കുന്നു എന്നുള്ള കാര്യം നീ മറക്കരുത്. ദൈവം പറയുകയാണ്, നീ ഇസ്രയേലിന്റെ പരിശുദ്ധനെ അല്ലയോ നിന്ദിച്ചത്? നീ എന്നെയല്ലയോ നിന്ദിച്ചത്? എന്റെ അസംഖ്യം രഥങ്ങളുമായി ഞാൻ പർവ്വതങ്ങളിൽ കയറിയിരിക്കുന്നു, ലെബാനോന്റെ വൃക്ഷശിഖരങ്ങളിൽ കയറിയിരിക്കുന്നു. ഇനി നിനക്കൊന്നും ചെയ്യുവാൻ കഴിയുകയില്ല. എന്നിട്ട് യെശയ്യാവിലൂടെ ദൈവം പറഞ്ഞു, പ്രാർത്ഥിക്കുന്ന എന്റെ ഉപവസിക്കുന്ന എന്റെ ദാസനായ ഹിസ്കിയാവിനോട് പറയുക, അശൂരിന്റെ ഒരമ്പും നിന്റെ അടുക്കൽ വരികയില്ല. ഓർക്കണം, 1,85,000 പട്ടാളക്കാർ വില്ലെടുത്ത് അമ്പെടുത്ത് ഒരു കമാൻഡ് കിട്ടാൻ കാത്തിരിക്കുമ്പോൾ മുട്ടുവിറച്ച് നിലവിളിച്ച് പ്രതിരോധിക്കാൻ കഴിയാതിരുന്ന ഒരു സമൂഹത്തോട് പ്രവാചകൻ വിളിച്ചു പറയുകയാണ്, ഇവനെ നീ ഭയപ്പെടേണ്ട, ദൈവം പർവ്വതങ്ങളിൽ വന്നിരിക്കുന്നു, അസംഖ്യൻ രഥങ്ങളുമായി വന്നിരിക്കുന്നു, അവന്റെ ഒരു അമ്പുമെയ്യുവാൻ അനുവദിക്കുകയില്ല. ഈ അസംഖ്യം ദൂതന്മാരിൽ ഒരു ദൂതൻ ഒരു ചെറിയ പ്രയോഗം നടത്തിയതായി ഇതേ അധ്യായം 36 വാക്യത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒന്ന് വായിക്കാം. യെശയ്യാവ് 37:36 മുതൽ. എന്നാൽ യഹോവയുടെ ദൂതൻ പുറപ്പെട്ട് അശൂർ പാളയത്തിൽ 188,000 പേരെ കൊന്നു. ജനം രാവിലെ എഴുന്നേറ്റപ്പോൾ അവരെല്ലാവരും ശവങ്ങളായി കിടക്കുന്നത് കണ്ടു. അങ്ങനെ അശൂർ രാജാവായ സൻഹരീബ് യാത്ര പുറപ്പെട്ട് മടങ്ങിപ്പോയി നിനവയിൽ പാർത്തു. എന്നാൽ അവൻ തന്റെ ദേവനായ നിസ്രോക്കിന്റെ ക്ഷേത്രത്തിൽ നമസ്കരിക്കുന്ന സമയത്ത് അവന്റെ പുത്രന്മാരായ അദ്രമേലേക്കും ശരസേരും അവനെ വാൾകൊണ്ടു കൊന്നിട്ട് അരാരത്ത് ദേശത്തേക്ക് ഓടിപ്പോയി കളഞ്ഞു. ശ്രദ്ധിക്കുക, ഒരു മഹായുദ്ധത്തിന്റെ പരാജയമല്ലേ? എന്നാൽ യഹോവയുടെ ദൂതൻ പുറപ്പെട്ടു, അശൂർ പാളയത്തിലെ 185,000 പേരെ കൊന്നു. ജനം രാവിലെ എഴുന്നേറ്റപ്പോൾ അവരെല്ലാം ശവങ്ങളായി കിടക്കുന്നത് കണ്ടു. അങ്ങനെ അശൂർ രാജാവായ സെൻഹരീബ് യാത്ര പുറപ്പെട്ടു. അവൻ നിനവയിൽ ചെന്നു, അഥവാ ഇന്നത്തെ മസൂളിൽ ചെന്നു. അവിടെ അവന്റെ ദേവന്റെ ക്ഷേത്രത്തിൽ അവൻ ആരാധിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവന്റെ മക്കൾ തന്നെ അവനെ കൊന്നു. ചരിത്രത്തിലെ ഒരു നാഴികക്കല്ല്. ആയുധമുള്ളതുകൊണ്ട്, സൈന്യമുള്ളതുകൊണ്ട്, പലരെയും കീഴ്പ്പെടുത്തിയതുകൊണ്ട് പ്രാർത്ഥിക്കുന്നവനെയും കീഴ്പ്പെടുത്താം എന്ന് കരുതിയാൽ, ആരാധിക്കുന്നവനെയും കീഴ്പ്പെടുത്താം എന്ന് കരുതിയാൽ അവൻ പ്രതികരിച്ചെന്ന് വരികയില്ല. അവന് പ്രതികരിക്കാൻ കഴിവില്ലല്ലോ, അവനെ സഹായിക്കാൻ മനുഷ്യരില്ലല്ലോ, അവനെ സപ്പോർട്ട് ചെയ്യുവാൻ പത്രങ്ങളില്ലല്ലോ, പാർട്ടിക്കാരില്ലല്ലോ. പക്ഷെ അവൻ ആരാധിക്കുന്ന ദൈവം
തന്റെ ഭക്തന്മാരുടെ ചുറ്റും തന്റെ ദൂതന്മാരെ പാളയമിറക്കി വിടുവിക്കുന്നവനായ ദൈവമാണ്. ഹല്ലേലൂയ. എന്താണ് നമ്മൾ സങ്കീർത്തനത്തിൽ വായിച്ചത്? യഹോവയുടെ ദൂതൻ തന്റെ ഭക്തന്മാരുടെ ചുറ്റും പാളയമിറങ്ങി അവരെ വിടുവിക്കുന്നു എന്നതിന്റെ രണ്ട് വ്യക്തമായ ദൃഷ്ടാന്തമാണ്. ആ ദൈവം ഇന്നുമുണ്ട്, ആ ദൈവത്തിന്റെ സൈന്യം ഇന്നുമുണ്ട്, ആ ദൈവദൂതന്മാർ ഇന്നുമുണ്ട്. അവൻ തന്റെ മക്കൾക്ക് വേണ്ടി ഇന്നും സജീവമായി പ്രവർത്തിക്കുന്നു എന്ന് നാം അറിഞ്ഞിരിക്കണം. അതുകൊണ്ട് ഭയപ്പെടേണ്ട, ഞാൻ നിന്നോടുകൂടിയുണ്ട്. ഭ്രമിച്ചു നോക്കണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു. എന്നാൽ ദൈവദൂതന്മാരുടെ പ്രവർത്തനത്തിന്റെ വേറൊരു വ്യത്യസ്ത തലവും കൂടി പറഞ്ഞ് ഞാൻ എൻ്റെ എപ്പോഴായിരുന്നു, എന്നാലും ഇതിൻ്റെ ഒരു നിങ്ങൾ സാറ് നിർത്തുന്ന ടൈം പറയണം. ഓക്കെ, ഞാൻ ആ 9 നിർത്തിക്കൊള്ളാം. വേറൊരു തലമാണ്. ഇനി നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് കേൾക്കണേ. ഇത് നമ്മുടെ ആത്മീയമായൊരു വിഷയത്തിന് വേറൊരു തലം ഞാൻ പറയാൻ പോകുന്നു. യൂദായുടെ ലേഖനം 9-ാം വാക്യം. അപ്പൊ യൂദായുടെ ലേഖനം എടുക്കാനുള്ള എളുപ്പം ഒരു വഴി പറയാം. യൂദാ കഴിഞ്ഞ വെളിപ്പാട് ദിവസമാണ്. അപ്പൊ എളുപ്പമാണ് നിങ്ങൾക്ക്. യൂദാ കഴിഞ്ഞ വെളിപ്പാട് ദിവസം. അപ്പൊ വെളിപ്പാട് ദിവസം ഇങ്ങോട്ട് പുറകോട്ട് വന്നാൽ യൂദായാണ്. 24 വാക്യമുള്ളൂ. എല്ലാവരും ഒന്ന് എടുത്തേരാം. എന്നാൽ പ്രധാന ദൂതനായ മീഖായേൽ മോശയുടെ ശരീരത്തെ കുറിച്ച് പിശാചിനോട് തർക്കിച്ച് വാദിക്കുമ്പോൾ ഒരു ദൂഷണ വിധി ഉച്ചരിക്കുവാൻ മതി. അവിടെ ഒരു വിഷയം പറയാനാണ് ഞാൻ വന്നത്. പ്രധാന ദൂതനായ മീഖായേൽ മോശയുടെ ശരീരത്തെ കുറിച്ച് പിശാചിനോട് തർക്കിച്ച് വാദിച്ചു. അതെന്താണ്? അവിടെ സഹായിക്കാനും മീഖായേൽ വരുന്നുണ്ട്, ഒരു ദൂതൻ വരുന്നുണ്ട്, പ്രധാന ദൂതൻ. ഇപ്പൊ മോശയുടെ ശരീരത്തെ കുറിച്ച് പിശാച് തർക്കിച്ചു വാദിച്ചു. അതെന്തിനാണ്? എന്താണ് പിശാചിന് അങ്ങനെ തർക്കിക്കാൻ ഉണ്ടായിരുന്നത്? ഒന്ന് ചിന്തിച്ചേ, തലയൊന്ന്. എന്താ മോനെ, എന്തായിരിക്കും? ഒന്ന് ചിന്തിച്ചേ. അറിയാമെന്ന് പറഞ്ഞാൽ മതി. ഞങ്ങളൊക്കെ എന്നും മാത്രം മണ്ടത്തരം പറഞ്ഞിട്ടുള്ളവരാണ്, ഇന്നും പറയുന്നവരാണ്. അതുകൊണ്ട് ആ കാര്യത്തിലൊന്നും ഭാരപ്പെടുകയൊന്നും വേണ്ട. അങ്ങനെയൊക്കെയാണ് നമ്മൾ പഠിക്കുന്ന, അല്ലേ? നമ്മളാരും ഇങ്ങോട്ട് പഠിച്ചു വരുന്നവരാണോ? ഞാൻ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ എൻ്റെ പാസ്റ്റർ TS ജോർജ് പാസ്റ്റർ എനിക്ക് പോളെന്ന് പേരിട്ടു. പൗലോസ് എന്നാണ് പുള്ളി പേരിട്ടത്. പൗലോസ് അല്ല, പോളെന്ന് പേരിട്ടെ. അവൻ പോളെന്ന് പേരിട്ടിട്ട് അപ്പം എനിക്കറിയത്തില്ല ഈ പോളെന്ന് പറഞ്ഞാൽ എന്താണെന്നൊന്നും എനിക്കറിയത്തില്ല. സ്നാനം കർത്താവിനോട് ചേരാനാണ്, കർത്താവിൻ്റെ കൽപ്പനയാണെന്ന് അറിഞ്ഞുകൊണ്ട് മാത്രമാണ് ഞാൻ സ്നാനപ്പെട്ടത്. പിന്നെ എൻ്റെ പാസ്റ്റർ ഇട്ട പേരാണ്, മോശമൊന്നും ചെയ്യല്ലോ എന്നുള്ള ചിന്തയിലുമാണ്. അപ്പോൾ അത് കഴിഞ്ഞ് രാത്രിയിൽ ബൈബിൾ ക്ലാസ് ഉണ്ട്. ആ ബൈബിൾ ക്ലാസ്സിൽ പാസ്റ്റർ പറയുകയാണ്, നമ്മുടെ കർത്താവ് വരാതിരുന്നത് എത്ര നല്ല, അല്ലായിരുന്നെങ്കിൽ നമ്മുടെ പോൾ സഹോദരൻ എന്ത് ചെയ്യുമായിരുന്നു. അപ്പം ഞാൻ ഓർത്ത്, ആരാ ഈ പോൾ സഹോദരൻ? പൗലോസാണ് ഞാനെന്ന് എനിക്കറിയാം. അങ്ങനെ ഒരു പോൾ സഹോദരൻ ഞങ്ങളുടെ ചർച്ചയിൽ ഇല്ലേ താനും. പിന്നെയാണ് എനിക്ക് മനസ്സിലായി പൗലോസ് തന്നെയാണ് പോളെന്ന് പൗലോസ്. അതുകൊണ്ട് നിങ്ങളെ ഈ അറിയത്തില്ലെന്നുള്ള കാര്യത്തിലൊന്നും ഭാരപ്പെടുന്നത്, എല്ലാവരും അങ്ങനെയൊക്കെയാണ്. എന്നാലും ഒന്ന് ചിന്തിക്കാൻ വേണ്ടി മാത്രം പറഞ്ഞാണ്. മക്കളെ, നിങ്ങൾ എന്നാ പറയുന്നത്? ഇവിടെ ലൈവ്കാരെന്നാ പറയുന്നത്? മോശയെ പോലൊരു പ്രവാചകന്റെ ശരീരത്തെ പിശാച് തർക്കിക്കുകയും അന്നേരം ഒരു ദൂതൻ വന്ന് സഹായിക്കുകയും ചെയ്യേണ്ട കാര്യം എന്താ? എന്താ മോനെ, ബൈബിൾ വായിക്കുന്ന സൗകര്യമാരെ പറഞ്ഞു. പാറ അടിച്ചാൽ ഉടനെ ഇങ്ങനെ പിശാച് വരുമോ? അതെ, സിസ്റ്റർ പറഞ്ഞൊരു ന്യായമുണ്ട്. ദൈവത്തിന്റെ കൽപ്പന ലംഘിച്ച് പാറയെ അടിച്ചു, അതുകൊണ്ട് പിശാചിനൊരു അവകാശം കാണും.
അപ്പം ഞാൻ ഇതിൻ്റെ ഒരു പശ്ചാത്തലം പറയാം. ഇത് നെബോ പർവ്വതത്തിലാണ് മോശ മരിക്കുന്നത്. നെബോ പർവ്വതത്തിൽ, ജോർഡാനിൽ ഉള്ള ഒരു പർവ്വതമാണ്. ആ പർവ്വതം ഇന്നുണ്ട്. അപ്പം അവിടെ നിന്നാൽ നമുക്ക് ഇസ്രായേൽ ദേശം കാണാം. അതിൻ്റെ താഴ്വരയിൽ എവിടെയോ ആണ് മോശയെ അടക്കിയത്. എവിടെയാണെന്ന് വ്യക്തമാക്കിയിട്ടില്ല. അപ്പോൾ ഒരിക്കൽ എന്നെ എനിക്ക് ജോർഡാനിൽ ചില സ്നാനവും മറ്റ് ശുശ്രൂഷകളും ഉണ്ടായിരുന്നതുകൊണ്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു ജോർഡാൻ രാജകൊട്ടാരത്തിലുണ്ടായിരുന്ന ഒരു സരസൻ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരന് എന്നെ ഈ നെബോ പർവ്വതത്തിൻ്റെ അടിവാരത്തിൽ കൊണ്ടുപോയി. അയാളുടെ ബെൻസ് കാറിൽ. സാധാരണ അങ്ങനെ അതിൻ്റെ പർവ്വതത്തിൻ്റെ അടിവാരത്തിൽ ആരെങ്കിലും പോകും എനിക്കറിഞ്ഞുകൂടാ. ഇപ്പം ഞാൻ എൻ്റെ മുകളിൽ നിന്നൊക്കെ പണ്ട് കണ്ടിട്ടുണ്ട്. എന്നാൽ ഈ സഹോദരൻ എന്നെ അതിൻ്റെ അടിവാരത്തിൽ കൊണ്ടുപോയി. അവിടെ കൊണ്ടുവന്നപ്പോൾ ഒരു AK-47 തോക്ക് പിടിച്ച ഒരു അറബി ആകാശത്തിലേക്ക് ഫയർ ചെയ്ത് ഞങ്ങളെ ഗൺ പോയിന്റിൽ നിർത്തി. ഇങ്ങനെ നിൽക്കുകയാണ് ഞാനും സരസനും. എനിക്കാണെങ്കിൽ ഭയങ്കര ധൈര്യമുള്ള ആളാണ്. ഞാൻ വണ്ടിയിലിരുന്ന് വഴിയിൽ നിന്ന് കുരയ്ക്കുന്ന പട്ടി കുരയ്ക്കുന്നതായിട്ട് പേടിച്ച് ചാടിയിട്ടുണ്ട്. പട്ടി വഴിയിലാണെന്നും നമ്മൾ കാറിലാണെന്നും ഒക്കെ അറിയാമെങ്കിലും പേടി വരും. അത്ര ധൈര്യമാണ് എനിക്കുള്ളത്. പക്ഷേ ഈ സമയത്ത് എനിക്ക് ഭയമൊന്നും ഉണ്ടായില്ല. ഞാൻ വേറൊരു നിലയിലായിപ്പോയി അവിടെ. കാരണം അത് മോശ മരിച്ചു എന്ന് പറയുന്ന ഒരു സ്ഥലമായതുകൊണ്ടൊന്നുമല്ല. അങ്ങനെ എനിക്ക് രോമാഞ്ചമൊന്നും ഒരിടത്തും ഉണ്ടാകുകയില്ല. അത്ര ഫൂളല്ല ഞാൻ. അങ്ങനെ എത്രയോ പേര് മരിക്കുന്നു. അങ്ങനെ വിശുദ്ധ സ്ഥലമൊന്നും ഈ ഭൂമിയിലില്ല. ഭൂമി മുഴുവൻ ദുഷ്ടന്റെ കീഴിലാണ് കിടക്കുന്നത്. അങ്ങനെ ഒരാൾ പ്രത്യേകമായിട്ട് അങ്ങോട്ടാക്കിയാൽ അവിടെ വിശുദ്ധമാകുകയുമില്ല. കർത്താവിൻ്റെ രക്തത്താലാണ് നമ്മൾ വിശുദ്ധരായി തീരുന്നത്. പക്ഷെ ഞാൻ ചിന്തിച്ചുകൊണ്ടിരുന്നത് ഇവിടെ ഞാൻ നിന്ന് ആ ഏതോ അതിനടുത്തെവിടെയോ പിശാച് മോശയുടെ ശരീരത്തെ വാദിക്കുകയാണ്. എന്തായിരിക്കും? അദ്ദേഹം ഈജിപ്തിൽ കൊന്ന രണ്ടുപേരെ, ഒരാളെ കൊന്നിട്ടുണ്ട്. പിന്നെ സിസ്റ്റർ പറഞ്ഞ പോലെ ദൈവത്തിൻ്റെ കൽപ്പന ലംഘിച്ച പാറയെ അടിച്ചിട്ടുണ്ട്. അങ്ങനെയൊക്കെ പലതും താൻ ചെയ്തിട്ടുണ്ട്. കൽപ്പലക താൻ എറിഞ്ഞു പൊട്ടിച്ചിട്ടുണ്ട്. അപ്പൊ അതെല്ലാം പറഞ്ഞുകൊണ്ട് പിശാച് പറയാണ്, ഇവൻ എൻ്റെ ആളാണ്, ഇവന് ഉയർക്കാൻ പറ്റുകയില്ല. ഓൾറെഡി ദൈവം പറഞ്ഞു, നീ അപ്പുറം എന്ത് ചെയ്യണ്ട, പോകണ്ട, കനാൻ നാട്ടിൽ പോകണ്ട. ഇപ്പം പിശാച് പറയാണ്, നീ ഉയർക്കുകയും വേണ്ട, എൻ്റെ കസ്റ്റഡിയിൽ നീ ഇരിക്കണം. അതല്ലേ എന്ത് ചെയ്യും? ഇവിടെ വാക്യങ്ങൾ എവിടെയോ വന്നല്ലോ. മോനെ ആ വാക്യം ഒന്നുകൂടെ കൊടുത്തേ കേട്ടോ. എന്നാൽ പ്രധാന ദൂതന്റെ കാര്യം വിടട്ടെ. മോശയുടെ ശരീരത്തെ കുറിച്ച് പിശാചിനോട് തർക്കിച്ച് വാദിക്കുകയാണ്. ഒരു വലിയ ചർച്ച ഇവിടെ നടക്കുകയാണ്. ശരീരവുമായിട്ട് പിശാചുമായിട്ട് ആണ്. മോശയ്ക്കൊന്നും ചെയ്യാനായിട്ട് എന്ത് ചെയ്യുന്നില്ല, കഴിയുന്നില്ല. കാരണം പിശാച് കാര്യങ്ങളെല്ലാം നിരത്തുകയാണ്. അപ്പൊ ഞാൻ ഓർത്ത്, എൻ്റെ ദൈവമേ, മോശയുടെ അവസ്ഥയാണെങ്കിൽ എൻ്റെ അവസ്ഥ എത്ര ഭയങ്കരമായിരിക്കും. പ്രസംഗിക്കുന്നൊന്നും അല്ലല്ലോ കാര്യം, ഇല്ലേ? മോശ പ്രവചിക്കുകയും ഒക്കെ കണ്ടെങ്കിലും സംഗതി ദൈവത്തിൻ്റെ നീതി ഭയങ്കരമാണല്ലോ. ഞാനങ്ങ് പേടിച്ചു പോയി. അപ്പൊ അതൊരു പഴയ നിയമ വചനമല്ലേ? അപ്പോഴൊരു പുതിയ നിയമ വാക്യം എൻ്റെ മനസ്സിൽ വന്നു. അത് മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായത്തിൻ്റെ 22 മുതലുള്ള വാക്യങ്ങൾ. എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്ന ഏവനുമല്ല, എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവനാണ് സ്വർഗത്തിൽ പോകുന്നത്. എന്നിട്ട് കർത്താവേ, നിന്റെ നാമത്തിൽ ഞങ്ങൾ ഭൂതങ്ങളെ പുറത്താക്കി പ്രവചിച്ചു എന്ന് പലരും പറയും. വീര്യപ്രവർത്തികൾ ചെയ്യുന്നു പറയും. എന്റെ കർത്താവ് എന്താ പറയുന്നത്? ഞാൻ ഒരു നാളും നിങ്ങളെ അറിഞ്ഞിട്ടില്ല. കർത്താവ് പറയാണ്, ഞാൻ ഒരു നാളും നിങ്ങളെ അറിഞ്ഞിട്ടില്ല. അപ്പൊ ഈ വാക്യം എന്റെ കാതിൽ അലച്ചു വന്നേ. ആ പ്രവചിക്കുക നല്ലൊരു ശുശ്രൂഷയാണ്, പ്രസംഗിക്കുക നല്ലൊരു ശുശ്രൂഷയാണ്, വീര്യപ്രവൃത്തി ചെയ്യുക നല്ലൊരു ശുശ്രൂഷയാണ്. അത് ദൈവത്തിൻ്റെ ഒരു ഗിഫ്റ്റാണ്. ആ കെയർ ഓഫിൽ എനിക്ക് പോകാൻ ഒക്കെയല്ല. സ്വർഗത്തിൽ ഞാൻ പോകുന്ന ശുശ്രൂഷയുടെ കെയർ ഓഫിലല്ല, വിശുദ്ധിയുടെ കെയർ ഓഫിലാണ്, ധർമ്മത്തിന്റെ കെയർ ഓഫിലാണ്. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ വിറച്ചു നിൽക്കുകയാണ് അവിടെ. അതുകൊണ്ടാണ് എനിക്ക് ഇവനെ തോക്ക് വെടിവെച്ചതുകൊണ്ട് ഭയം ഉണ്ടാകാതിരുന്നത്. എനിക്ക് അറബി അറിഞ്ഞുകൂടാ. സരസൻ രാജകൊട്ടാരത്തിലെ ജോലിക്കാരനായിരുന്നുകൊണ്ടായിരിക്കും. ഏതായാലും ഞങ്ങളെ വെറുതെ വിട്ടു അവരാ.
ഒരുപക്ഷെ ഞങ്ങൾ നിയമം ലംഘിച്ച് അവിടെ ഇറങ്ങിയത് കൊണ്ടാവാം. ഇവിടെ ആണ് നമ്മൾ മരിച്ചു കഴിയുമ്പോൾ, ഇത് അടുത്ത വാക്യം മനസ്സിലാക്കണമെങ്കിൽ 1 തെസ്സലോനിക്കർ 4-ാം അധ്യായം 16, 17, 18 വാക്യങ്ങൾ. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരും. അടുത്തത്, ക്രിസ്തുവിൽ മരിച്ചവരായ നാം മുൻപേ ഉയർത്തെഴുന്നേൽക്കുകയും പിന്നെ ജീവനോട് ശേഷിക്കുന്ന നാം അവരോടൊരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. യേശുവിന്റെ വരവിൽ, യേശു നമ്മളെ രക്ഷിക്കാൻ ഈ ഭൂമിയിൽ വന്നപ്പോൾ ഭൂമിയിൽ വന്നില്ലേ? ബേഥലേമിൽ വന്നില്ലേ? വന്നു. ഇനി യേശു സഹസ്രാബ്ദ ഭരണത്തിൽ അല്ലെങ്കിൽ 1000 വർഷം യേശു ഭരിക്കാൻ വരുമ്പോൾ യേശു കർത്താവ് ഒലൂമലയിൽ കാല് ചവിട്ടുമെന്ന് സക്കറിയ പ്രവചനം 14 എഴുതിയിട്ടുണ്ട്. അപ്പൊ യേശുവിന് ഭൂമിയിൽ വരാനൊന്നും പേടിയില്ല. ഉണ്ടോ? 2-3 പേർ എൻ്റെ നാമത്തിൽ കൂടി വരുന്നവരുടെ മധ്യത്തിൽ ഞാനുണ്ട്. പക്ഷെ നമ്മളെ ചേർക്കാൻ കർത്താവ് ഇങ്ങനെ ഈ ആകാശത്തിൽ വന്ന് നിൽക്കുകയും നമ്മൾ ഈ ആകാശത്തിലേക്ക് പോകുകയും അവിടെ ഈ മീഖായേലിനെയും കൊണ്ട് വരികയും ചെയ്യുന്നത് എന്തിനു വേണ്ടിയാ? ചിന്തിച്ചിട്ടുണ്ടോ? കർത്താവ് ഇങ്ങോട്ട് വന്നിട്ട് അങ്ങ് നമ്മളെ കൊണ്ടുപോകണ്ടല്ലേ ചെയ്യേണ്ടത്? ഇപ്പം നിങ്ങളുടെ ഹസ്ബൻഡ് ന്യൂയോർക്കിൽ നിന്ന് ഇങ്ങോട്ട് വരികയാണ്. അവൻ നിങ്ങളുടെ വീട് പാലാരിവട്ടത്താണ്. അപ്പം പാലാരിവട്ടം സ്റ്റാൻഡിൽ വന്നിട്ട് വിളിക്കുകയാണ്, ഞാൻ ഇവിടെ വന്നിട്ടുണ്ട്, നീ ഇങ്ങോട്ട് വാന്ന് പറയുമോ? അത്രയും ദൂരം വന്ന ആളിനെ ആ വീട്ടിലും കൂടി ചെന്നാൽ പോരെ? അപ്പൊ ഇതെന്തിനാണ് യേശു നമ്മളെ ചേർക്കാൻ ഈ ആകാശത്തിൽ വന്ന് നിൽക്കുകയും അവിടെ നിന്ന് നമ്മളെല്ലാവരും കൂടി ആകാശത്തിലോട്ട് പോവുകയും അവിടെ എന്തിനാ ഈ പ്രധാന ദൂതൻ വരുന്നത്? അപ്പൊ നിങ്ങൾക്ക് ഞാനൊരു ക്ലൂ തരികയാണ്. അവിടെ എന്തിനാണ് കർത്താവ് താൻ ഗംഭീരനാഥത്തോടും ആരാണ് പ്രധാന ദൂതൻ? മീഖായേൽ. ആ മീഖായേൽ ആരുടെ വിഷയത്തിൽ വന്നു? മോശയുടെ വിഷയത്തിൽ വന്നു. എന്താണ് ഇതിന്റെ വിഷയം? അപ്പൊ ഇനി അതിന്റെ ലളിതമായ, നിങ്ങളെ ഒത്തിരി സമയമില്ലാത്തതുകൊണ്ട് നിങ്ങളുടെ സമയം ഞാൻ കളയല്, വേഗം പറയാം. ഈ 4 സ്വർഗങ്ങൾ ബൈബിളിലുണ്ട്. കൂടുതലുണ്ടെങ്കിൽ നിങ്ങൾ കാണിച്ചാൽ ഞാൻ പഠിക്കുന്നതായിരിക്കും, അടുത്ത നാൾ പറയുകയും ചെയ്യുന്നതാണ്. ഒന്നാമത്തെ അല്ലെങ്കിൽ 4-ാമത്തെ സ്വർഗാദി സ്വർഗം എന്ന് പറയുന്നത് യേശു തമ്പുരാൻ ഇരിക്കുന്ന, നമ്മുടെ പാസ്റ്റർ ആദ്യം പ്രസംഗിച്ച ആ സിംഹാസനമുള്ള സ്ഥലമാണ്. അവിടെ ഇതുവരെ ആരും കയറിയിട്ടില്ല. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 13-ാം വാക്യം നോക്കിയേ. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നവനായ സ്വർഗത്തിൽ ഇരിക്കുന്നവനായ മനുഷ്യപുത്രനല്ലാതെ ആരും സ്വർഗത്തിൽ കയറിയിട്ടില്ല. അവൻ ആ സ്വർഗത്തിൽ ആരും എന്ത് ചെയ്തിട്ടില്ല? അത് സ്വർഗാദി സ്വർഗമാണ്. അവിടെ ആരേ ഉള്ളൂ? യേശു ഉള്ളൂ, ദൈവമേ ഉള്ളൂ. ഇനി രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 2-ാം അധ്യായത്തിന്റെ 11-ാം വാക്യം ഒന്ന് നോക്കിയേ. അവർ സംസാരിച്ചുകൊണ്ട് നടക്കുമ്പോൾ അഗ്നിരഥവും അഗ്നി അശ്വങ്ങളും വന്ന് അവരെ തമ്മിൽ വേർപിരിച്ചു. അങ്ങനെ ഏലിയാവ് ചുഴലിക്കാറ്റിൽ സ്വർഗത്തിലേക്ക് കയറിയല്ലോ. ഏലിയാവ് സ്വർഗത്തിൽ കയറിയല്ലോ. യേശു എന്താ പറഞ്ഞ? ആരും കയറിയിട്ടില്ലെന്നാണ്. പിന്നെ ഇതിലേതാണ് നിങ്ങൾ വിശ്വസിക്കുന്നത്? കരം ഉയർത്തിയാൽ മതിയാണ്. യേശു പറഞ്ഞു സ്വർഗത്തിൽ ആരും കയറിയിട്ടില്ല, യേശു മാത്രമേ കയറിയിട്ടുള്ളൂ. അത് വിശ്വസിക്കുന്നത് കരം ഉയർത്തിക്ക്. അപ്പൊ നിങ്ങളെല്ലാവരും, ബൈബിള് പറയുന്നു ഏലിയാവ് സ്വർഗത്തിൽ കയറിയെന്ന്. ഈ ബൈബിൾ വാക്യം വിശ്വസിക്കുന്നവർ കരം ഉയർത്തിക്ക്. അപ്പൊ നിങ്ങൾ, അപ്പൊ ഇത് രണ്ടും എങ്ങനെയാണ് നോക്കുന്നത്? ആരോ പറഞ്ഞിട്ടുണ്ട് ഇവിടെ, ഇല്ലേ? അപ്പൊ ഇവിടെ ബൈബിൾ പറയുന്നു
ഏലിയാവ് സ്വർഗത്തിൽ കയറി. യേശു പറയുന്നു സ്വർഗത്തിൽ ആരും കയറിയിട്ടില്ല. യേശു പറഞ്ഞ ശരിയാണ്. കാരണം സ്വർഗം പലതുണ്ട്. ബൈബിൾ തുടങ്ങുന്ന ഇങ്ങനെയാണ്: ഇൻ ദ ബിഗിനിങ് ഗോഡ് ക്രിയേറ്റ് ദ ഹെവൻസ് ആൻഡ് ദി എർത്ത്. സ്വർഗങ്ങൾ ഉണ്ടാക്കിയെന്നാണ്. പേട്ട എന്ന് പറയുന്നത് എറണാകുളത്തിലുമുണ്ട്, അങ്ങ് തിരുവനന്തപുരത്തുമുണ്ട്, ഇല്ലേ? അപ്പം ഇവിടെ നിന്ന് പറഞ്ഞത് അവിടെ പറയുന്നത് രണ്ടും രണ്ടായിരിക്കും, പക്ഷേ ഉണ്ട്. മോസ്കോ എന്ന് പറയുന്ന സ്ഥലം ഞങ്ങളുടെ സ്ഥലത്തുണ്ട്, മോസ്കോ. ലണ്ടൻ ഒത്തിരി സ്ഥലത്തുണ്ട്, ലണ്ടൻ ഒത്തിരി സ്ഥലത്തുണ്ട്, ലണ്ടൻ. അപ്പോൾ ഒത്തിരി സ്വർഗങ്ങളുണ്ട്. അപ്പോൾ യേശു പൗലോസ് ഏത് സ്വർഗം വരെ പോയി? കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 12:3 നോക്കി. 12:2-3. ആ മനുഷ്യൻ പറുദീസയോളം എടുക്കപ്പെട്ടു, ശരീരത്തോടെയോ ശരീരം കൂടാ. 2-ാം വാക്യം നോക്കി. ക്രിസ്തുവിലുള്ള ഒരു മനുഷ്യനെ ഞാൻ അറിയുന്നു. അവൻ 14 സംവത്സരം മുന്നേ 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ടു, ശരീരത്തോടെയോ ഞാൻ അറിയുന്നില്ല. അപ്പോൾ 3-ാം സ്വർഗം ഉണ്ടല്ലോ, അവിടെ ആര് പോയി? പൗലോസ് പോയി. അപ്പോൾ യേശു എവിടെ ഉണ്ട്? 4-ാം സ്വർഗത്തിലുണ്ട്. അവിടെ ആരും കയറിയിട്ടില്ല, പൗലോസും കയറിയിട്ടില്ല. അപ്പോൾ 2-ാം സ്വർഗത്തിൽ ആരുണ്ട്? ഏലിയാവുണ്ട്. 1-ാം സ്വർഗത്തിൽ സാത്താനാണ്. മനസ്സിലാക്കാൻ വെളിപ്പാട് 12:7. വെളിപ്പാട് 12:7. പിന്നെ സ്വർഗത്തിൽ യുദ്ധമുണ്ടായി. മിഖായേലും അവന്റെ ദൂതന്മാരും മഹാസർപ്പത്തോട് പടവെട്ടി, തന്റെ ദൂതന്മാരുമായി മഹാസർപ്പവും പടവെട്ടി ജയിച്ചതാണ്. സ്വർഗത്തിലൊരു യുദ്ധം നടക്കുകയാണ്. അതേത് സ്വർഗമാണ്? സാത്താന്റെ സ്വർഗമാണ്. ആരുടെ സ്വർഗമല്ല? ദൈവത്തിന്റെ സ്വർഗമല്ല. സാത്താൻ ഈ ലോകത്തിന്റെ ദൈവമാണ്. അവനുമുണ്ടൊരു സ്വർഗം. ആ സ്വർഗത്തിലെല്ലാം ഉഡായിപ്പുണ്ട്. അതുകൊണ്ട് ചിലരൊക്കെ സ്വർഗത്തെക്കുറിച്ച് പറയുന്നതൊക്കെ ശരിയാണ്, അതൊന്നും കള്ളമല്ല. അതെല്ലാം ഉഡായിപ്പ് ടീമുകളാണ്. അതെല്ലാം സാത്താന്റെ സ്വർഗമാണ്. എന്റെ കർത്താവിന്റെ സ്വർഗം വിശുദ്ധമാണ്. കരമടിച്ച് അവിടെ വിശുദ്ധരേ ഉള്ളൂ. അവിടെ കൊള്ളയില്ല, അവിടെ കൊലപാതകമില്ല, അവിടെ ബലാത്സംഗമില്ല, അവിടെ വ്യഭിചാരമില്ല, അവിടെ മദ്യമില്ല, അവിടെ ആരാധനയേ ഉള്ളൂ. അപ്പൊ 4 സ്വർഗങ്ങൾ ഇനിയും കാണും, ഉണ്ടെങ്കിൽ നിങ്ങൾ പറയണം കേട്ടോ. അപ്പൊ ഈ 4 സ്വർഗങ്ങൾ. അപ്പോൾ 1-ാമത്തെ സ്വർഗം ആരാണ്? എവിടെയാണ്? അത് പിശാചിന്റെയാണ്. അവിടെയാണ് നമ്മൾ പോകേണ്ടത്. ഇനി നിങ്ങൾ വായിച്ചേ, കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടി സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും. അടുത്തത്, പിന്നെ ജീവനോട് ശേഷിക്കുന്ന നാം അവരോടൊരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ മടങ്ങി വരും. ചുരുക്കി പറഞ്ഞാൽ കർത്താവ് വരാൻ പോകുന്നത് ലോകത്തെ വഞ്ചിച്ച് ചതിച്ച് നശിപ്പിച്ച് അറുക്കുകയും മുടിക്കുകയും ചെയ്യുന്ന ദുഷ്ടനായ പിശാചിന്റെ ഹെഡ് ക്വാർട്ടറിലാണ് കർത്താവ് തന്റെ ദൂതനായ മീഖായേലുമായി വരാൻ പോകുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. തീർന്നില്ല. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് അഭിഷേകം പ്രാപിച്ച് വേർപെട്ട് വിശുദ്ധിയോട് ജീവിക്കുന്ന തന്റെ സഭ, തന്റെ കാന്ത മരിച്ചെങ്കിൽ ഉയർക്കും, ജീവനോടിരിക്കുന്നെങ്കിൽ രൂപാന്തരപ്പെടും. അവൻ യേശുവിനെ എതിരേൽപ്പാൻ സാത്താന്റെ സ്വർഗമായ ആ 1-ാം സ്വർഗത്തിൽ ചെല്ലും. എന്തിനാണെന്നറിയാമോ? അവിടെയാണ് ഈ പ്രധാന ദൂതന്റെ ആവശ്യം വരുന്നത്. മോശയുടെ ശരീരം ഉയർക്കാതിരിക്കാൻ സാത്താൻ പിടിച്ചെങ്കിൽ അവന്റെ ഹെഡ് ക്വാർട്ടറിൽ നമ്മൾ ചെന്ന് നിൽക്കുമ്പോൾ അവൻ നമ്മുടെ ഓരോ കാര്യങ്ങളും നിരത്തി വെച്ച് നമ്മളെ കയറി പിടിക്കും. പിടിക്കാതിരിക്കുവോ? ഇല്ലേ? വീട്ടിൽ വഴക്കുണ്ടാക്കിയത്, ഭാര്യയ്ക്കിട്ട് കൊടുത്തത്, ഭാര്യ കയറി കൊങ്ങായിക്ക് പിടിച്ചത്,
ഭക്ഷണത്തിന് അല്പം ഉപ്പ് കൂടിയത് കൊണ്ട് ആ പാത്രം ഇങ്ങനെ ഫ്ലൈയിങ് സോസർ പോലെ പറന്നത്. അപ്പോൾ ഇങ്ങനെ കൈക്കൂലി മേടിച്ചത്, ഇതെല്ലാം അവൻ പിടിക്കാതിരിക്കുമോ? ആപ്പാടെ കൺഫ്യൂഷനായില്ലേ? പേടിക്കണ്ട, ഞാൻ അതിനുള്ള രക്ഷപ്പെടാനുള്ള വഴി പറയാം. കർത്താവ് അതിനെ രക്ഷപ്പെടുത്താൻ ഒരാളെ കൊണ്ടുവരുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ പേടിക്കണ്ട. നമ്മൾ രക്ഷിക്കപ്പെട്ട് കഴിയുമ്പോൾ, നമ്മൾ കർത്താവിനെ രക്ഷകനായി സ്വീകരിച്ചു കഴിയുമ്പോൾ, നിങ്ങൾ ഓർക്കണം, കർത്താവ് നമ്മുടെ പാപത്തിന്റെ പരിഹാരത്തിനാണ് മരിച്ചത്, നമ്മുടെ ശാപത്തിന്റെ പരിഹാരത്തിനാണ് മരിച്ചത്. ആ ക്രൂശ് മരണത്തിൽ ആശ്രയിക്കുന്ന ഏവർക്കും പാപമോചനമുണ്ട്, ശാപമോചനമുണ്ട്. ആ രക്തത്തിൽ നമുക്ക് വീണ്ടെടുപ്പുണ്ട്. ആ രക്തത്താലാണ് നമ്മൾ വിലയ്ക്ക് വാങ്ങിയത്. കർത്താവ് തന്റെ മരണത്താൽ സാത്താനെ പരാജയപ്പെടുത്തി. അവന്റെ ഉയർപ്പിനാൽ നമ്മുടെ ഒടുക്കത്തെ ശത്രുവായ മരണത്തെയും പരാജയപ്പെടുത്തി. എന്നിട്ട് കർത്താവ് നമ്മുടെ മധ്യസ്ഥനും മഹാപുരോഹിതനും അഡ്വക്കറ്റും ഇടയനുമായി തീർന്നു. ഈ മധ്യസ്ഥനായി തീർന്ന കർത്താവും മഹാപുരോഹിതനായി തീർന്ന കർത്താവും എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, തികവും വലുപ്പമുള്ള കൂടാരത്തിൽ എന്നേക്കും ജീവിക്കുന്ന മഹാപുരോഹിതനായി യേശു കർത്താവ് ഹാബേലിന്റെ രക്തത്തെക്കാളും ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാക രക്തത്തോടെ ചെന്ന് പ്രവേശിച്ച് നമുക്ക് വേണ്ടി പ്രായശ്ചിത്തം ചെയ്യുകയാണ്. ഇനി അടുത്ത ഭാഗം നിങ്ങൾ കേൾക്കുക. നിങ്ങൾ യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചു സ്നാനപ്പെട്ട് അഭിഷേകം പ്രവചിച്ച് വേർപെട്ട് വിശുദ്ധിയോട് ജീവിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, നിങ്ങളുടെ ജീവിതത്തിൽ വന്ന ഒരു തെറ്റ്, ഒരു കുറ്റം വചനപ്രകാരം നിങ്ങൾ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ചു എന്നിരിക്കട്ടെ, സാത്താൻ അത് മറക്കുകയില്ല. അവൻ ആ കെറോഫിൽ കയറി പിടിക്കുമ്പോൾ ഇവിടെ കർത്താവ് നമ്മുടെ കാര്യസ്ഥൻ എന്ന് ബൈബിളിലുണ്ട്. അതിന് അഡ്വക്കറ്റ് എന്നാണ് ശരിയായ പരിഭാഷ. കർത്താവ് നമ്മുടെ അഡ്വക്കറ്റാണ്. സാത്താൻ ഇത് നിരത്തുമ്പോൾ നമ്മുടെ കർത്താവ് അഡ്വക്കറ്റായി നിന്നുകൊണ്ട് സാത്താനോട് പറയും, സാത്താനെ, നീ പറഞ്ഞതെല്ലാം ശരിയാണ്, എൻ്റെ ഈ മകൻ ഈ തെറ്റുകളെല്ലാം ചെയ്തിട്ടുണ്ട്. പക്ഷേ ഞാൻ അവന് വേണ്ടി മരിച്ചതുകൊണ്ടും അവൻ എൻ്റെ മരണത്തിൽ ആശ്രയിച്ചതുകൊണ്ടും എൻ്റെ രക്തത്താൽ കടുംചുവപ്പായിരുന്ന അവന്റെ പാപത്തെ ഹിമം പോലെ ഞാൻ വെളുപ്പിച്ചതാണ്. നിനക്കിനി അവകാശം പറയാൻ സാധ്യമല്ല. കർത്താവ് ഒരു അഡ്വക്കറ്റായിട്ടത് പറയുമ്പോൾ സാത്താന്റെ വായടയും. അപ്പോൾ അവൻ അടുത്ത് പറയും, ശരിയാണ്, അവൻ രക്ഷിക്കപ്പെട്ടു, അവൻ സ്നാനപ്പെട്ടു, അത് കഴിഞ്ഞ് അവൻ ഇന്ന തെറ്റുകളെല്ലാം ചെയ്തിട്ടുണ്ടല്ലോ എന്ന് പറയുമ്പോൾ അത് കർത്താവ് പറയും, നമ്മൾ ഏറ്റുപറഞ്ഞതാണ്. ലംഘനം മറയ്ക്കുന്നവന് ശുഭം വരികയില്ല. അത് ഏറ്റുപറഞ്ഞ് കരുണ ലഭിക്കും. അങ്ങനെ നമ്മൾ ചെയ്ത തെറ്റുകൾ ലംഘനം മറയ്ക്കാതെ ഏറ്റുപറഞ്ഞതാണെങ്കിൽ ഈ അഡ്വക്കറ്റ് ഇങ്ങനെ പറയും, ഹാബേലിന്റെ രക്തത്തെക്കാളും ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാക രക്തം കൊണ്ട് ഇസ്രയേലിലെ ഒരു പുരോഹിതനും കണ്ടിട്ടില്ലാത്ത ആ തികവും വലുപ്പമുള്ള കൂടാരത്തിൽ എന്റെ രക്തം തളിച്ച് ഞാൻ പ്രായശ്ചിത്തം ചെയ്തത് കൊണ്ട് ഇനി അവൻ പാപിയല്ല. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. മാത്രമല്ല, കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും മോശയുടെ ശരീരത്തെ വാദിച്ച ആ പിശാചിന് നന്നായിട്ട് ഗബ്രിയേലിനെ അറിയാം. ഗബ്രിയേൽ അവനെ ഒന്നും നോക്കുമ്പോൾ പൂച്ചയെ കണ്ട എലിയെ പോലെ അന്ധകാര ശക്തി വിറയ്ക്കുകയും, ഹേ മരണമേ, നിന്റെ ജയം എവിടെയെന്ന് സാത്താന്റെ മുഖത്ത് നോക്കി മരണത്തിന്റെ അധികാരിയെ വെല്ലുവിളിച്ചിട്ട് നാം നമ്മുടെ കർത്താവിനോടൊപ്പം 4ാം സ്വർഗത്തിലേക്ക് പറന്നു പോകും. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. അപ്പം
യേശുവിനെ രക്ഷകനായി സ്വീകരിക്കുന്ന ഒരു ദൈവ പൈതലിന്, സ്നാനത്തിലൂടെ യേശുവിനോട് ചേരുന്ന ഒരു ദൈവ പൈതലിന്, അഭിഷേകത്തിലൂടെ തന്റെ കാന്തിയായി തീരുന്ന ഒരു ദൈവ പൈതലിന്, യേശുവിന് വേണ്ടി വേർപെട്ട് വിശുദ്ധിയോടുകൂടി നിൽക്കുന്ന ഒരു ദൈവ പൈതലിന് അവന്റെ മുൻകാലങ്ങളിലെ ശാപം എത്ര വലുതാണെങ്കിലും അത് ക്ഷമിക്കപ്പെടുന്നു. അവന്റെ മുൻകാലങ്ങളിലെ പാപങ്ങൾ എത്ര വലുതാണെങ്കിലും അത് ക്ഷമിക്കപ്പെടുന്നു. അവന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന തെറ്റുകളും കുറ്റങ്ങളും അവൻ ഏറ്റുപറയുമ്പോൾ ഈ മഹാപുരോഹിതന്റെ യാഗത്താൽ അത് പരിഹരിക്കപ്പെടുന്നു. നാം എത്ര ഭാഗ്യമുള്ളവരാണ്. കാൺമീൻ, നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു. അത് പണം കൊണ്ട് കിട്ടുകയില്ല, അത് വിദ്യാഭ്യാസം കൊണ്ട് കിട്ടുകയില്ല, അത് കുടുംബ മഹിമ കൊണ്ട് കിട്ടുകയില്ല, അത് സൗന്ദര്യം കൊണ്ട് കിട്ടുകയില്ല. അത് വീണ്ടും ജനനത്തിലൂടെ യേശുവിനെ സ്വീകരിക്കുന്നതിലൂടെ ലഭിക്കുന്ന ദാനമാണ്. അവർക്ക് ദൈവം പിതാവാണ്, യേശു സഹോദരനാണ്, കാന്തനാണ്, നല്ല ഇടയനാണ്, അഡ്വക്കറ്റാണ്, മധ്യസ്ഥനാണ്, മഹാപുരോഹിതനാണ്, എല്ലാമാണ്. ആ ദൈവവും കുഞ്ഞാടും നമ്മുടെ ഭവനത്തിൽ സിംഹാസനമസ്ഥനായാൽ എല്ലാമായി. സ്തോത്രം, 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 സ്തോത്രം. ആ കർത്താവ് നമ്മുടെ ഹൃദയത്തിലുണ്ടെങ്കിൽ, ആ കർത്താവിന്റെ സിംഹാസനം നമ്മുടെ ഹൃദയത്തിലുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ എല്ലാമായി. അവിടെ ജീവജലത്തിന് നദി ഒഴുകും. മരണത്തിന് നദിയല്ല, ജീവജലത്തിന് നദി, ജീവജലത്തിന് നദി, അനുഗ്രഹത്തിന് നദി. ശാപത്തിൻ്റെതല്ല, അനുഗ്രഹത്തിൻ്റെത്, വിടുതലിന്റെ നദി ഒഴുകും. അതെത്ര ദൂരം വരെ ഒഴുകുമെന്ന് പറഞ്ഞറിയിക്കുവാൻ കഴിയില്ല. നീ മരിച്ചാലും ആ തലമുറയിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കും. കാരണം ഈ നദി ഒരിക്കലും വറ്റിപ്പോകുകയില്ല. ഈ സിംഹാസനത്തെ ആർക്കും തകർക്കാനും കഴിയില്ല. ഉസിയാവ് മരിച്ച ആണ്ടിൽ യെശയ്യാവ് ദൈവം ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിൽ ഇരിക്കുന്നത് കണ്ടു. അപ്പോൾ അവന് മനസ്സിലായി താൻ അശുദ്ധനെന്ന്. യാഗപീഠത്തിലെ കനൽ കൊണ്ടവന്റെ നാവിനെ ശുദ്ധീകരിച്ചിട്ട് ഒരു ചോദ്യമാണ്, ആരെ ഞാൻ അയക്കേണ്ടു? അവൻ പറയുകയാണ്, കർത്താവേ, ഞാൻ പോകാം. ഇത്ര അനുഗ്രഹങ്ങൾ എനിക്ക് നീ നൽകി, നിനക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ ഞാൻ പോകാം, ഞാൻ പോകാം, ഞാൻ പോകാം. ഞാൻ എൻ്റെ വാക്കുകളെ ഇവിടെ ചുരുക്കുമ്പോൾ നമ്മൾ ചിന്തിച്ച വചനം ഏതാണ്? സങ്കീർത്തനം 14:7. എന്താണ് ആ വാക്യം? ഏതെല്ലാം സന്ദർഭങ്ങളിൽ ഈ ദൂതൻ നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ സഹായിക്കുന്ന ദൈവത്തിന്റെ പദ്ധതികൾ, എത്ര വലിയ പദ്ധതികളാണ് നമുക്കുള്ളതില്ലേ? സ്തോത്രം, സ്തോത്രം. പക്ഷേ യേശു നമ്മുടെ ഹൃദയത്തിൽ സിംഹാസനസ്ഥനാകണം. അതാണ് ദൈവത്തിന്റെ അഭിഷേകത്തിലൂടെ കേട്ടത്. ഈ വചനത്തിന് മുമ്പ് ഒന്ന് സമർപ്പിക്കാൻ നിങ്ങൾക്ക് മനസ്സുണ്ടോ? പരിശുദ്ധാത്മാവ് നിങ്ങളോട് ഇടപെട്ടു എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നിങ്ങളുടെ ഹൃദയത്തിൽ സ്പർശിക്കപ്പെട്ടിട്ടുണ്ടോ? എങ്കിൽ അവർ മാത്രം ഒന്ന് കരമുയർത്താമോ? ഉയർത്തിപ്പിടിച്ച കരങ്ങളുമായി ഒരു നിമിഷം ഒന്ന് എഴുന്നേറ്റ് നിൽക്കാമോ? ഒരു നിമിഷം. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ ദൈവമേ, ഒരു ദൈവ പൈതലാകുക എത്രയോ വലിയ കാര്യമാണ്. ഇവിടെ ലോകത്തിൽ ആരാകുന്നതിനേക്കാളും ഒരു ദൈവഭക്തനാകുന്നതാണല്ലോ വലുത്. ഒരു ദൈവഭക്തനായി ഞങ്ങൾ ജീവിച്ചാൽ അങ്ങയുടെ ദൂതന്മാർ ഞങ്ങൾക്ക് ചുറ്റും പാളയമിറങ്ങുമല്ലോ. ഞങ്ങൾ മരിച്ച ഞങ്ങളുടെ ഉയർപ്പിനെ പോലും
സാത്താൻ വാദിക്കുമ്പോൾ അവിടെയും ദൂതൻ പ്രവർത്തിക്കുമല്ലോ കർത്താവേ. അങ്ങയുടെ ഒരു ഭക്തനായിരിക്കാൻ, അവിടുത്തെ സിംഹാസനം ഞങ്ങളുടെ ഹൃദയത്തിൽ, ഞങ്ങളുടെ ഭവനത്തിൽ ഉണ്ടാകുവാൻ എന്നെയും അങ്ങയുടെ മക്കളെയും സമർപ്പിക്കുന്നു, യേശുവിൻ നാമത്തിൽ തന്നെ.